ബഹുമാനരായ സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വാ ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായിട്ട് ജീവിച്ച് മുസ്ലിമായി മരിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ സുപ്രധാനമായ ഒരു വർഷമാണ് ഹിജ്റയുടെ 2-ാം വർഷം. ഒട്ടനവധി ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചൊരു വർഷം കൂടിയാണ് ഹിജ്റ 2-ാം വർഷം എന്നുള്ളത്. ഈ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതടക്കമുള്ള ഒട്ടനവധി കാര്യങ്ങൾ അള്ളാഹു സ്ഥാപിക്കുന്നത്, നടപ്പിലാക്കുന്നത് ഈ 2-ാമത്തെ വർഷത്തിലാണ്. അതിലേറ്റവും സുപ്രധാനമായി നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നൊരു സംഭവം എന്നുള്ളത്, ഹിജ്റ 2-ാം വർഷം ജമാദുൽ ആഖിറിൻ്റെ അവസാന വാരത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 12ഓളം സഹാബാക്കളെ തിരഞ്ഞെടുത്ത് ഒരു സംഘമാക്കി രൂപപ്പെടുത്തി ആ സംഘത്തിന് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിനെ ലീഡറാക്കി അവർക്ക് ഒരു ദൗത്യം ഏൽപ്പിച്ച് അവരോട് പുറപ്പെടാൻ കൽപ്പിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ട് അവരെ കയ്യിൽ ആ സംഘത്തിൻ്റെ അമീറായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ വളരെ രഹസ്യമായ ഒരു കത്ത് റസൂലുള്ളാഹി കൈമാറി. അവരോട് പറഞ്ഞു, നിങ്ങൾ പുറപ്പെടണം, നിങ്ങൾ ഇത്ര പേർ 2 ദിവസം നിങ്ങൾ യാത്ര ചെയ്യണം. 2 ദിവസത്തെ യാത്ര കഴിഞ്ഞ് നിങ്ങൾ ഈ കത്ത് പൊട്ടിച്ചു വായിക്കണം. ഇതിലൊരു രഹസ്യ സന്ദേശമുണ്ട്. ഈ രഹസ്യ ദൗത്യം പൂർത്തീകരിക്കാനാണ് നിങ്ങളെ നിയോഗിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അവരങ്ങനെ പുറപ്പെട്ടു. 2 ദിവസം കഴിഞ്ഞ് ഈ കത്ത് അവർ തുറന്നു. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു വായിച്ചു മനസ്സിലാക്കിയ കാര്യം ഇതാണ്: നഖ്ല എന്ന മദീനയുടെ അതിർത്തി പ്രദേശത്ത്, പ്രധാനമായും ഉഷ്ണകാലഘട്ടത്തിൽ ഷാമിലേക്കുള്ള കച്ചവട സംഘത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗത്തിന് സമീപത്തുള്ള ഈ പ്രദേശത്ത് ഇവർ തമ്പടിക്കുകയും അവിടെയുള്ള ചരക്ക് കയറ്റുമതി ഇറക്കുമതി അടക്കമുള്ള ചരക്കുകളുടെ സഞ്ചാരങ്ങളെക്കുറിച്ച് ആരൊക്കെ എങ്ങനെ കച്ചവടങ്ങൾക്ക് പോകുന്നു എന്ന കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് റിപ്പോർട്ട് നൽകാനുമാണ് ഇവരെ ഏൽപ്പിച്ചിട്ടുള്ളത്. ആരെയും നിർബന്ധിക്കേണ്ട, സന്നദ്ധരായിട്ടുള്ളവരെയും കൊണ്ട് മുന്നോട്ട് പോകാൻ കത്തിൻ്റെ ഉള്ളടക്കം. അദ്ദേഹം അത് വായിച്ചിട്ട് കാര്യം പറഞ്ഞു, ഇതാണ് നമ്മുടെ ദൗത്യം. ആരെയും നിർബന്ധിക്കുന്നില്ല, ആരെയും നിർബന്ധിക്കണ്ടെന്ന് റസൂൽ ഇതിൽ കത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. താല്പര്യമുള്ളവർ എനിക്കൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞു. ഒരാളും പിൻവാങ്ങിയില്ല, എല്ലാവരും ഒപ്പം മുന്നോട്ട് പോയി. ഇവിടെ സംഭവം ഒരു പക്ഷത്തേക്ക് പോകുന്നുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ റസൂലിൻ്റെ ആ ഒരു നടപടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഈ 12 പേരും അറിയേണ്ട ഒരു കാര്യമാണ് ഈ കത്തിനകത്തുള്ളത്. അവിടെ വെച്ച് തന്നെ പറയാം, നിങ്ങൾ നഖ്ല എന്ന ബത്നുൻ നഖ്ലയിൽ പോയി നിങ്ങൾ 12 പേര് താവളമടിച്ച് കാര്യങ്ങൾ നിരീക്ഷിച്ച് കൃത്യസമയത്ത് എന്നെ അറിയിക്കണമെന്നത് 12 പേരോടും പറയേണ്ട കാര്യമാണ്. അങ്ങനെ പറയാമായിരുന്നു റസൂലിന്, പക്ഷെ പറഞ്ഞില്ല. അവരെങ്ങോട്ടാണ് പോയതെന്നും അവരുടെ ദൗത്യം എന്താണെന്നും റസൂലിനും ഈ 12 പേർക്കും മാത്രമേ അറിയാവൂ. നിഗൂഢമാണ്, ബാക്കിയുള്ളവർക്ക് അറിയില്ല. എന്തുകൊണ്ടത് ഒരു സ്വകാര്യത, ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിച്ചു എന്ന് പറഞ്ഞാൽ, അന്നും ഇന്നും എന്നും മനുഷ്യന്മാരുടെ സ്വഭാവം ഉണ്ടല്ലോ, കൂട്ടത്തിൽ നിന്നിട്ട് തന്നെ കുതികാല് വെട്ടുന്ന പരിപാടികളും ചതിയും വഞ്ചനയും ഒക്കെ എല്ലാ കാലഘട്ടത്തിലും മനുഷ്യൻ്റെ കൂടെ പുറപ്പാണ്. ഈ റസൂൽ അത് അവിടെ വെച്ച് പറയാണ്, പരസ്യമായിട്ട് തന്നെ പറഞ്ഞു, നിങ്ങൾ ഇന്നടത്ത് പോകണം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇവർ ആ സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാമിൻ്റെയും മുസ്ലിമുകളുടെയും ശത്രുക്കൾ അത് അറിഞ്ഞിരിക്കും. അതങ്ങനെയാണ് കാര്യങ്ങൾ. കൂടെയുള്ളവർ ഒറ്റുകാരാകുന്നത് എത്ര എളുപ്പമാണ്. ഒരു രഹസ്യം പോലും, ഒരു നയതന്ത്രപരമായ രഹസ്യം പോലും കൂടെയുള്ളവരോട് പങ്കിടാനോ ഷെയർ ചെയ്യാനോ ഒരു ചർച്ച പോലും നടത്താൻ നമ്മളെ കൊണ്ട് കഴിയാത്ത സാഹചര്യമുണ്ട്. നമ്മൾ ആരറിയരുത് എന്ന് ആഗ്രഹിക്കുന്നുവോ അയാളെ ചെവിയിലായിരിക്കും അത് ആദ്യം എത്തുക. അത് റസൂൽ നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു രഹസ്യ നീക്കമാണ്. ഇത് ആരും ആരും അറിഞ്ഞുമില്ല. അതുകൊണ്ട് ആരും അറിഞ്ഞില്ല ഇങ്ങനെ ഒരു സംഘം ആൾക്കാർ നഖ്ലയിൽ താവളമടിക്കുന്ന കാര്യം മക്കയിലുള്ള മദീനത്തുള്ള മുസ്ലിമീങ്ങളും അറിഞ്ഞിട്ടില്ല, മക്കയിലടക്കമുള്ള ഇസ്ലാമിൻ്റെ ശത്രുക്കളും അറിഞ്ഞിട്ടില്ല. ആരും അറിഞ്ഞില്ല. അവർ യഥേഷ്ടം സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. ഒരു ദിവസം ഒരു 5 പേരടങ്ങുന്ന ഒരു സംഘം അവിടെ വന്നു. കച്ചവട ചരക്കുമായിട്ട് കടന്നു പോകുന്ന സാഹചര്യം. മക്കക്കാരായ ഈ കച്ചവട സംഘം ആ ഒറ്റപ്പെട്ട ചെറു സംഘം എത്തിയപ്പോൾ അവരെ അറ്റാക്ക് ചെയ്യാമെന്നൊരു അഭിപ്രായം ഈ 12 പേരുടെ ഇടയിൽ രൂപപ്പെട്ടു. നമുക്കവരെ അറ്റാക്ക് ചെയ്യാം, നമ്മുടെ സ്വത്തും സൗഭാഗ്യങ്ങളും കൊണ്ട് കിടക്കുന്ന ആൾക്കാരാ. മക്കയിൽ നമ്മൾ ഉപേക്ഷിച്ചു പോയതെല്ലാം വിറ്റു പെറുക്കിയിട്ട് അവർ പണം കൊണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിവരെ നേരിട്ടാലോ എന്നൊരു അഭിപ്രായം ഉണ്ടായി. പക്ഷേ ആശയക്കുഴപ്പമുണ്ട്, എങ്ങനെ നേരിടും?
റസൂലിൻ്റെ അനുവാദമില്ലാതെ. റസൂലിൻ്റെ അനുവാദം കിട്ടലും പിന്നെ അവരെ നേരിടലും നടക്കുന്ന കാര്യമില്ല, കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്ത് നിൽക്കുകയാണ്. അത് മാത്രമല്ല, പിന്നെയും ഒരു പ്രശ്നമുണ്ട്. റജബ് മാസം തുടങ്ങാനിരിക്കുന്നു. റജബായോ ഇല്ല എന്ന ആശങ്ക അവരുടെ ഉള്ളിലുണ്ട് താനും. ജമാദുൽ ആഖിർ റജബ് മാസത്തിൽ, എന്തുകൊണ്ട് റജബ് അള്ളാഹു പവിത്രമാക്കിയ മാസമാണ്. റജബ് മാസത്തിൽ മുസ്ലിമീങ്ങൾ എന്നല്ല ഒരു മനുഷ്യരും, അറബികളടക്കമുള്ള ഒരു മനുഷ്യരും യുദ്ധം ചെയ്യാറില്ല, ആയുധമെടുക്കാറില്ല. അത്രമേൽ പവിത്രമായ ആദരിക്കപ്പെടുന്ന മാസമാണ്. അതുകൊണ്ട് റജബായോ എന്നൊരു സന്ദേഹവും അവർക്കുണ്ട്. പക്ഷെ എന്നാലും ഇവർ കടന്നു പോകുന്നതിന് മുമ്പ് അറ്റാക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ അവർ കടന്നു പോകും. കാത്തിരിക്കാൻ നേരെയില്ല. അവരുടെയൊക്കെ ധാരണ പ്രകാരം ജമാദുൽ ആഖിറിന്റെ അവസാന ദിവസമാണ്, പിറ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഇവർ അറ്റാക്ക് ചെയ്തു. അവർ പിടികൂടുക എന്ന ലക്ഷ്യം അത്രേ ഉള്ളൂ. അവരെ പിടികൂടിയിട്ട് അവരെ കയ്യിലുള്ള കച്ചവട ചരക്കും അവരെയും കൊണ്ട് റസൂലിന്റെ മുമ്പിൽ എത്തിക്കുക, ഇത് ഉദ്ദേശമുണ്ടായിരുന്നുള്ളൂ. 5 പേര്. പക്ഷെ എന്ത് ചെയ്യുന്നറിയാമോ, ഇവർ പിടികൂടിയപ്പോൾ അതിൽ നിന്ന് 2 പേർ രക്ഷപ്പെടാൻ ശ്രമിച്ചു. 2 പേർ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ 2 പേരെയും അവർ വീഴ്ത്താൻ ശ്രമിച്ചുകൊണ്ട് അമ്പ് ചെയ്തു. വാഖിദ് ബിൻ അബ്ദുല്ലാഹിൽ സഹമി എന്ന് പറയുന്ന ഷഹാബി ഒരാളെ അമ്പ് ചെയ്ത് വീഴ്ത്തുകയുണ്ടായി, മറ്റേ ആൾ രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. അമ്പെയ്ത്ത് വീഴ്ത്തിയ ആൾ അയാൾ മരണപ്പെട്ടു പോയി. അമ്പെയ്ത്തിൽ അയാൾ തടഞ്ഞിടുക എന്ന ഉദ്ദേശമായിരുന്നു. പക്ഷേ ആ അമ്പെയ്ത് വീഴ്ത്തിയപ്പോൾ ആ മനുഷ്യൻ കൊല്ലപ്പെട്ടു. അംർ ബിൻ ഹദ്റമി എന്ന് പറയുന്ന മക്കയിലെ ഒരു മുശ്രിക്ക് കൊല്ലപ്പെടുന്ന ആദ്യത്തെ സംഭവമാണ്. അതുവരെ മുസ്ലിമീങ്ങൾ ഇങ്ങോട്ട് അടി വാങ്ങിച്ചിട്ടേ ഉള്ളൂ, ഇങ്ങോട്ട് കൊല്ലപ്പെട്ടിട്ടേ ഉള്ളൂ. ഇതുവരെയും ഒരു സാഹിതമായ ഒരു നേരിടൽ ഉണ്ടായിട്ടില്ല, ആരെയും ആക്രമിച്ചിട്ടില്ല, ഒരു യുദ്ധവും നടന്നിട്ടില്ല, ആരെയും വകവരുത്തിയിട്ടില്ല. ആദ്യമായിട്ട് മുശ്രിക്കുകളുടെ ഭാഗത്ത് നിന്ന് ഒരാളെ ഒരു മുസ്ലിം കൊന്നു. ഇത് ആദ്യത്തെ സംഭവമാണ്. ഈ സംഭവം എന്താണ് അല്ലാഹു റസൂൽ അറിയിക്കുന്നത്? 2 പേരെ തടവ് പിടിച്ചു, ഒരാളെ കൊന്നു, ഒരാൾ ഓടിപ്പോയി. ബാക്കി ഈ സാധനങ്ങളെല്ലാം കൊണ്ട് റസൂലുള്ളാഹിയുടെ മുമ്പിലേക്ക് ചെന്നു. 2 പേരെ തടവും പിടിച്ച് റസൂലിന്റെ മുമ്പിൽ കൊണ്ട് ചൊല്ലുമ്പോൾ പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത രോക്ഷമുണ്ടായി. നിങ്ങളോട് എന്താ പറഞ്ഞത്? നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങളോട് ആയുധം എടുക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ, ആക്രമിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ, നിങ്ങൾ എന്ത് അബദ്ധമാണ് കാണിച്ചത് എന്ന്. അത് മാത്രമല്ല, ഇവരെത്തുന്നതിന് മുമ്പ് തന്നെ കാട്ടുതീ പോലെ അറേബ്യയിൽ മുഴുവൻ പരന്നൊരു വാർത്തയുണ്ട്. മുഹമ്മദിന്റെ ആൾക്കാർ ഗുണ്ടായുസം കാണിച്ചിരിക്കുന്നു. റജബ് മാസം, പവിത്രമായ റജബ് മാസത്തിൽ പോലും ജനങ്ങളെ കൊല്ലുന്ന ക്രൂരന്മാരായി മാറിയിരിക്കുന്നു. ഇതാ ഇവരെ നമ്മൾ വരട്ടിയത്. ഇതുകൊണ്ടാണ് ഇവർ കുഴപ്പക്കാരെന്ന് പറഞ്ഞത്. ഇവരെക്കാൾ മോശപ്പെട്ടവരില്ല. വലിയ ക്രൂരന്മാരാണ്, തീവ്ര ചിന്താഗതിക്കാരാണ്, ഭീകരന്മാരാണ് മുഹമ്മദും ആൾക്കാരും എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. അവർ പവിത്രമായ മാസത്തെ പോലും ആദരിക്കാൻ അറിയാത്ത, ഒരു പാരമ്പര്യത്തെ പോലും കാത്തുസൂക്ഷിക്കാൻ അറിയാത്ത ഒരു സമൂഹമാണ് എന്നവരെ കുറിച്ച് വലിയൊരു കിംവദന്തി പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. ഇതാണ് ആദ്യം നബിയുടെ മുമ്പിൽ എത്തുന്നത്. പിന്നെ ഇവരെത്തുന്നത് വല്ലാത്തൊരു ധർമ്മസങ്കടം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചില്ല ഇവരെ ഗനീമത്തിനെ, ഇവരെ ഈ പ്രവൃത്തിയെ സ്വീകരിച്ചില്ല. മാപ്പ് കൊടുക്കാൻ കഴിയാതെ റസൂൽ ഇരിക്കുന്നു. സ്വഹാബാക്കളെല്ലാം മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് എന്ത് പരിപാടി നിങ്ങൾ കാണിച്ചത്, നിങ്ങൾ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു നമുക്കറിയില്ലായിരുന്നു, പക്ഷെ നിങ്ങൾ പോയി ഒപ്പിച്ച പണി ഇതാണല്ലോ എന്ന്. ഈ 12 പേരും ഒറ്റപ്പെട്ടു പോയി. വല്ലാത്ത ദുഃഖഭാരത്തോടുകൂടി അബ്ദുല്ലാഹ് ബിൻ ജുഷറ നിൽക്കുമ്പോഴാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത്. യസ്അലൂനക അനിശ്ശഹ്രിൽ ഹറാമി ഖിതാലും ഫീഹി ഖുൽ ഖിതാലും ഫീഹി കബീർ. നിങ്ങൾ ഈ പവിത്രമായ മാസങ്ങളിൽ ആയുധമെടുക്കുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കും. പല ചോദ്യങ്ങൾ ഉയർന്നു വരും. അതേ നബിയെ പറഞ്ഞു കൊടുക്കണം. പവിത്രമായ മാസത്തിൽ ആയുധമെടുക്കുന്നത് കുറ്റമാണ്, വലിയ കൊടും കുറ്റമാണ് എന്ന്. പക്ഷെ അവർ വന്ന് പറഞ്ഞ കാര്യം ഇതാണ്: നബിയെ, ഞങ്ങൾ കൊന്നിട്ടില്ല. ഞങ്ങൾ കൊന്നെങ്കിൽ തന്നെ ഏത് സമയത്തല്ല, റജബിലല്ല. റജബ് ആ ദിവസം അസ്തമിക്കുമ്പോഴാണ് റജബിന്റെ പറഞ്ഞ് ഞങ്ങൾ കണ്ടത്. അത് ഉറപ്പാണ്. ആക്രമിച്ചു പോയി, നമ്മൾ കീഴടക്കി പോയി, ഒരാളെ വകവരുത്തി പോയി, അബദ്ധത്തിലാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ എന്നാൽ പോലും അത് റജബിലല്ല എന്നത് മാത്രമേ നമുക്ക് ഉറപ്പ് പറയാൻ കഴിയുന്നുള്ളൂ. ബാക്കി വിഷയത്തിൽ നമുക്ക് തീരുമാനമില്ല എന്ന് അള്ളാഹു പറഞ്ഞത് ഇങ്ങനെയാണ്. അങ്ങനെ കൊന്നെങ്കിൽ തന്നെ തെറ്റാണ്, കൊടിയ കുറ്റമാണ്, തർക്കമില്ല നബിയെ. അത് വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷേ അതിനും അപ്പുറത്തെ കുറ്റങ്ങളാണല്ലോ അവർ ചെയ്യുന്നത്. വിശ്വാസികളെ തടയുന്നു, വിശ്വാസികളെ വേട്ടയാടുന്നു, വിശ്വാസത്തിന്റെ പേരിൽ വിശ്വാസികളെ നാട് കടത്തുന്നു, ലോകത്ത് മൊത്തം കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നു. അതിനേക്കാൾ വലുതല്ലോ ഇത്. എന്നിട്ട് അള്ളാഹു അവസാനം പറഞ്ഞിട്ട് അൽ ഫിത്നതു അക്ബറു മിനൽ ഖത്ൽ, ഈ ഒറ്റപ്പെട്ട കൊലപാതകത്തെക്കാൾ വലിയ ഫിത്നകളാണ് അവരിവിടെ ഉണ്ടാക്കുന്നത്. അവരാ ഏറ്റവും വലിയ കുഴപ്പക്കാരെന്ന് ഖുർആൻ പറഞ്ഞ് അവസാനിപ്പിച്ചു. അതോടുകൂടി ഇവർക്ക് സ്വീകരണമുണ്ടായി. ആദ്യമായി മുസ്ലിമീങ്ങൾ ഗനീമത്ത് സ്വത്ത് പങ്കിട്ടു. ആദ്യമായി ഒരു ശത്രുവിനെ വകവരുത്തിയതിന്റെ ചരിത്രത്തിൽ ആ സഹാബി വാഖിദ് ബിൻ അബ്ദുള്ള എന്ന സഹാബി രേഖപ്പെടുത്തപ്പെട്ടു. ആദ്യമായി കൊല്ലപ്പെട്ട ശത്രു എന്ന പേരിൽ അംർ ബിൻ ഹദ്റമിയും അർഹനായി. അങ്ങനെ ചരിത്രമായി അത് മാറി. പക്ഷെ ഇവിടെ ഒരു ഭാഗത്ത് മുസ്ലിമീങ്ങൾ ആഘോഷിച്ചു, സന്തോഷം, വിജയം, ഇവരെ സ്വീകരിക്കുന്നു. പക്ഷെ മറുഭാഗത്ത് ഈ ഫിത്ന വ്യാപിച്ചുകൊണ്ടിരുന്നു. വലിയ പ്രപ്രകണ്ഡകൾ സമൂഹത്തിൽ വ്യാപിച്ചു. പ്രത്യേകിച്ച് മക്കത്ത് വലിയ വ്യാപകമായ ചർച്ച. അംർ ബിൻ ഹദ്റമി എന്നത് ഒരു പ്രതീകം മാത്രമാണ്. ഇതുപോലെ ഓരോരുത്തരെയായിട്ട് അവർ വകവരുത്തിക്കൊണ്ടേയിരിക്കും. നിങ്ങളൊക്കെ പറഞ്ഞ് ശാന്തന്മാരാണ്, കുടുംബബന്ധം ചേർക്കുന്നവരാണ്, മാന്യന്മാരെന്ന് പറഞ്ഞവരുടെ മാന്യതയുടെ മുഖംമൂടികൾ അടിഞ്ഞു വീഴുന്ന കണ്ടില്ലേ നിങ്ങൾ? ഇത് നമ്മളെ കാത്തിരിക്കുന്ന വിപത്താണ്. ഇവർ വളരും, ഇവർ നമ്മളെ വിഴുങ്ങും, നമ്മളെ വേരോട് അറുത്തുകളയും. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു.
ജനങ്ങൾക്കിടയിൽ വലിയ വിഷലിപ്തമായ സന്ദേശങ്ങൾ പടർന്നുകൊണ്ടേയിരുന്നു. എല്ലാവർക്കും വലിയ ഭീതിയായി. ശരി, ഇങ്ങനെയാണോ ഇനി നടക്കാൻ പോകുന്നത്? ഇനി നടക്കാൻ പോകുന്ന ഇതാണോ? എല്ലാ മക്കയിലെ മുശ്രിക്കുകളെയും അവർ വകവരുത്തും, വേരോടെ പിഴുതു കളയുമെന്നുള്ള സന്ദേശം ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഇനി എന്താ, എല്ലാവരും ചോദിക്കും അപ്പോൾ എന്താ മാർഗം? അപ്പോൾ അവരെ നശിപ്പിക്കണം. നമ്മുടെ പുരോഗതിക്കും വളർച്ചയ്ക്കും സുരക്ഷയ്ക്കും ഭീഷണിയായ ഒരു സമൂഹത്തെ നിലനിർത്താൻ പാടില്ല എന്ന് ലോകത്തെല്ലായിടത്തും നടക്കുന്ന ഒരു രീതിയാണ്. പ്രൊപ്പഗണ്ടകൾ കൊണ്ട് ഇവിടെ ഇല്ലാ കഥകൾ മനഞ്ഞുണ്ടാക്കിയിട്ടൊരു സമൂഹത്തെ വെറുപ്പിന്റെ മുൾമുനയിൽ നിർത്തിയിട്ട് എല്ലാവരും ചേർന്ന് അവരെ വംശീയമായി ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് ഹിറ്റ്ലർ നടപ്പിലാക്കിയ അതേ തന്ത്രം വിവിധ രാജ്യങ്ങളിൽ ഇന്നും മുസ്ലിമീങ്ങൾക്കെതിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം. ഇന്ത്യയിലടക്കം ഇന്ത്യയിൽ എന്തുകൊണ്ട് ദാരിദ്ര്യം, എന്തുകൊണ്ട് പട്ടിണി, എന്തുകൊണ്ട് അരക്ഷിതാവസ്ഥ? എല്ലാത്തിനും കാരണം ഒരു മതം, എല്ലാത്തിൻ്റെയും കാരണക്കാർ ഒരേ ഒരു മതക്കാർ എന്ന നിലയിൽ മുസ്ലിമീങ്ങൾ അപരവൽക്കരിക്കുകയും എല്ലാ ജനങ്ങളുടെയും ഹൃദയത്തിൽ അവരാണ് നമ്മുടെ പൊതു ശത്രു എന്ന വിഷലിപ്തമായ ഒരു മെസ്സേജ് പകർന്നു കൊടുക്കുകയും ചെയ്തിട്ട് പൊതുവായ ശത്രുവിനെ നശിപ്പിക്കാൻ വേണ്ടി എല്ലാവരും കൈകോർക്കാമെന്ന് തീരുമാനിക്കുന്ന ഒരു അജണ്ടയുണ്ടല്ലോ, അതവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് അവിടെയും നടപ്പിലാക്കിയത്. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യാനുള്ളത്? നമ്മൾ അതിനു മുമ്പേ അവരെന്ത് ചെയ്യണം? നമ്മൾ ഓവർകം ചെയ്യണം. അവരെ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് അവരെ കടയോടെ പിഴുതുകളയാം. പൂർണ്ണമായിട്ടും മദീനത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നു, ഒരാൾ പോലും അവശേഷിക്കാതെ എല്ലാവരെയും നശിപ്പിക്കണം. അതിനെന്ത് വേണം? അതിന് ഫണ്ട് വേണം. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം. നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അല്ലെങ്കിൽ അംർ ഇബ്നു ഹദറമിയുടെ അതേ അവസ്ഥ നമുക്ക് ഓരോരുത്തർക്കും വരും എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു കുപ്രചരണം നടത്തി എല്ലാ ജനങ്ങളും സപ്പോർട്ടിങ്ങിന് തയ്യാറായി. നമുക്ക് സമ്പാദിക്കാം. എങ്ങനെ? എന്താ പ്ലാൻ? വലിയൊരു കച്ചവടം, ഒരൊറ്റ കച്ചവടം നടത്തുന്നു. അതിലെ ലാഭം മുഴുവനും ഇവരെ തകർക്കാൻ വേണ്ടി ഉപയോഗിക്കാമെന്ന്. അങ്ങനെ മുസ്ലിമീങ്ങൾ ഉപേക്ഷിച്ചു പോയ സ്വത്തുക്കളെല്ലാം സ്വരുക്കൂട്ടി അവർ ഓരോരുത്തരും ഷെയർ ഇട്ടു. എത്രത്തോളം എന്ന് പറയുമ്പോൾ വളരെ പാവപ്പെട്ട സ്ത്രീകൾ പോലും അരണയും ഒരണയും 4 അണയും 4 അണയും ഒക്കെ ഇട്ടിട്ട് ഈ കച്ചവടത്തിൽ പങ്കാളികളായി. അവരെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ 1 2 ദിർഹമുകൾ പോലും ഈ കച്ചവടത്തിന് വേണ്ടി സംഭാവന ചെയ്തവർ ഏറെ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം. അങ്ങനെ എല്ലാവരും കൂടി സംഭാവനകൾ ഇട്ടിട്ട് വലിയൊരു കച്ചവട സംഘത്തെ നിയോഗിച്ചു. 40 പേരടങ്ങുന്ന കച്ചവട സംഘം. അവർ സാധാരണ ഖുർആൻ പറഞ്ഞതുപോലെ എന്ന ഖുർആൻ പറയുന്നത് അറബികളുടെ കച്ചവട രീതിയെക്കുറിച്ച്. അവരെന്ന് ഉഷ്ണകാലത്ത് ഷാമിലേക്കും ശൈത്യകാലത്ത് യമനിലേക്കും പോയിട്ട് കച്ചവടം ചെയ്ത് ജീവിച്ചവരാ. ഇത് ശൈത്യകാലമാണ്, ഉഷ്ണകാലമാണ്. കാരണം ഷാബാൻ ജമാഅത്തുൽ ആഖിർ കഴിഞ്ഞാൽ പിന്നെ റജബ് ഷാബാൻ മാസമൊക്കെ വേനൽക്കാലമാണ്. ഈ കാലഘട്ടങ്ങളിൽ ഷാമിലേക്കാണ് അവർ കച്ചവടത്തിന് പോകാറ്. ഇതവർ പതിവ് രീതിയാണ്. ഈ പതിവ് രീതി അനുസരിച്ച് ഇവർ കച്ചവടത്തിന് വേണ്ടി ഷാമിലേക്ക് പുറപ്പെട്ടു. ഈ 40 അംഗ സംഘം ഏറ്റവും വലിയ ബിസിനസ്, അതുവരെ മക്ക നടത്തി ഏറ്റവും വലിയ കച്ചവടം നടത്താൻ വേണ്ടി ഷാമിലേക്ക് പുറപ്പെട്ടു. അതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് ആ കച്ചവടങ്ങളെല്ലാം പൂർത്തീകരിച്ച് വന്ന ലാഭം കൊണ്ട് മുസ്ലിമീങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്കും ഈ വാർത്തകൾ എത്തുന്നു. ഈ കാര്യങ്ങൾ റസൂൽ അറിയുന്നു. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ക്രിയാത്മകമായി ഈ സംവിധാനത്തെ പ്രതിരോധിക്കാൻ തീരുമാനിക്കുന്നു. അതിന് വേണ്ടത് ഈ കച്ചവട സംഘത്തെ ഉപരോധിക്കുക, അവരെ അറ്റാക്ക് ചെയ്യുക, ആ കച്ചവട സംഘത്തെ പിടികൂടുക, അവരിൽ നിന്ന് ഈ സ്വത്ത് നമുക്ക് സ്വന്തമാക്കാം. അതിലൂടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ കഴിയും. ശത്രുക്കളെ സാമ്പത്തികമായി തകർക്കാൻ കഴിയും, അവരുടെ അജണ്ടകൾ പൊളിക്കാനും കഴിയും. അപ്പോൾ സാമ്പത്തികമായി തകർക്കുക, ഒപ്പം അവർ അജണ്ടകൾ തകർക്കുക, അവരെ ഈ പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കുക, ഒപ്പം നമ്മൾ സുശക്തരായി മാറുക. നഷ്ടപ്പെട്ടു പോയ മക്കയിൽ ഉപേക്ഷിച്ച സമ്പാദ്യങ്ങളും അതിൻ്റെ ഇരട്ടിയും സമ്പാദിക്കാൻ അവസരവും. ഈ നിലയിൽ റസൂൽ തീരുമാനമെടുക്കുന്നു, സഹാബാക്കളെ വിഷയം അറിയിക്കണം. പിന്നെ ഇതുവരെ നോക്കുമ്പോൾ ഈ സംഭവം പോകുന്ന റമളാൻ മാസത്തിലാണ് ബദറിലേക്ക് പോകുന്നത്. ഈ ബദറിന്റെ പശ്ചാത്തലമാണ് ഈ പറയുന്നത്. ബദർ യുദ്ധം എന്നുള്ളത് എങ്ങനെ സംഭവിച്ചു എന്നതിലേക്കാണ് കാര്യങ്ങൾ വരിക. ഇവിടെയാണ് റസൂൽ ഈ കച്ചവട ചരക്കിന് ഈ ടീമിനെ ആക്രമിക്കാൻ തീരുമാനിക്കുന്നു. ഈ തീരുമാനം സഹാബത്തിനെ അറിയിക്കുന്നു. ഒരു പരിധി വരെ ജനങ്ങൾ അത് സ്വീകരിക്കുന്നു. ഇവിടെ നോക്കൂ നിങ്ങൾ, യുദ്ധം എന്നുള്ളതല്ല ഇവിടെ കച്ചവട ചരക്കിനെ അറ്റാക്ക് ചെയ്യുക. അവരാണെങ്കിലും 40 പേരാണ്, മിക്കവാറും ആൾക്കാർ നിരായുധരാണ്. ഈ കച്ചവട സംഘത്തെ ഒരു ആൾക്കൂട്ടം കാണിച്ചൊന്ന് പേടിപ്പിച്ചിട്ട് അവരോടിപ്പോകും. ഈ കച്ചവട ചരക്ക് മൊത്തം നമുക്ക് കിട്ടും. ഇതാണ് അവസ്ഥ എന്നുള്ളത്. ഈ ഒരു ആത്മവിശ്വാസത്തിലാണ് ആദ്യഘട്ടം മദീനത്തുള്ള ജനങ്ങളെല്ലാം യുദ്ധത്തിന് തയ്യാറായത്. അല്ലാതെ പെട്ടെന്ന് തയ്യാറാവില്ല. ഈ യുദ്ധമായിരുന്നില്ല അവിടെ ഉദ്ദേശം. ഇതാ പറഞ്ഞു വരുന്നു, യുദ്ധമല്ല. യുദ്ധത്തിന് വേണ്ടി മദീനയിൽ നിന്ന് ആരും പുറപ്പെട്ടിട്ടില്ല. ബദറിലെ യുദ്ധം ഒരിക്കലും റസൂലോ സഹാബാക്കളോ തീരുമാനിച്ചതായിരുന്നില്ല. മക്കയിലെ മുശ്രിക്കുകളും തീരുമാനിച്ചതായിരുന്നില്ല. ബദറിൽ യുദ്ധം നടത്തിയത് ഒരേ ഒരാളാണ്. അല്ലാതെ ഈ ആൾക്കൂട്ടത്തിന് ഇതിൽ പങ്കില്ല. ഒരേ ഒരാളിന്റെ തീരുമാനം കൊണ്ട് മാത്രം, ഒരേ ഒരു ശക്തിയുടെ തീരുമാനം കൊണ്ട് മാത്രമാണ് ബദറിൽ യുദ്ധം നടന്നത്. അത് പടച്ചവൻ മാത്രമാണ്. അല്ലാത്ത ഒരാൾക്കും ബദർ യുദ്ധം നടക്കണമെന്നും മുൻകൂട്ടി ഒരു പ്ലാനും പദ്ധതിയും ഉണ്ടായിരുന്നില്ല. അത് ഖുർആൻ വളരെ വ്യക്തമായി ആവർത്തി പറഞ്ഞ കാര്യമാണ്. ഇവർ പുറപ്പെട്ടത് കച്ചവട സംഘത്തേക്ക്. എന്നിട്ട് പോലും അവർക്കിടയിൽ അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു. എന്നിട്ട് പോലും, കാരണം നമ്മൾ എല്ലാ കാലത്തും ചരിത്രം പരിശോധിച്ച് നോക്കൂ, ആക്രമിക്കപ്പെടുന്ന സമൂഹം പ്രവാചകന്മാർക്കൊപ്പം നിന്നിട്ട് എപ്പോഴാണ് സഹായം വരുന്നത്, എപ്പോഴാണ് നമുക്ക് അനുവാദം കിട്ടുക, അടിക്കാൻ നമുക്ക്
ആൾക്കാർ ഇങ്ങോട്ട് എത്ര കാലം അടിയിട്ടുന്നു, അവരാക്രമിക്കുന്നു, നമ്മളെ പെൺകുട്ടികളെ അവർ ദേഹോപദ്രവം ചെയ്യുന്നു, ആൺകുട്ടികളെ കൊന്നുകളയുന്നു, നമ്മളെ വീടുകൾ പൊളിക്കുന്നു, നമ്മളെ നാട് കടത്തുന്നു. ഇനിയും മിണ്ടാതിരിക്കാൻ കഴിയില്ല. പ്രവാചകരെ അനുവാദം നൽകൂ, റബ്ബിനോട് ചോദിക്കും, യുദ്ധം ചെയ്യട്ടെ, നമ്മൾ അടിക്കട്ടെ തിരിച്ച്. ഇതിങ്ങനെ ആൾക്കാർ പറയും, എല്ലാ കാലത്തും പറയും. അപ്പോൾ ഒരു ദിവസം ആയത്തിറങ്ങും, പ്രവാചകന്മാരോട് പറയും, ഇനി അടിക്കാൻ പറയാം. പറയും, നീയും നിന്റെ റബ്ബോട് പോയി അടിക്കും, ഞങ്ങൾക്ക് എന്തായാലും വയ്യ. ഇത് ജനങ്ങൾ പറയുക. എല്ലാ കാലഘട്ടങ്ങളിലും ജനങ്ങളുടെ സ്വഭാവം എന്നുള്ളത് തിരിച്ചടിക്കാൻ അനുവാദം ചോദിക്കും. തിരിച്ചടിക്കാൻ പറയുമ്പോൾ അവർ പറയും, നിങ്ങൾ പോയി അടിക്കും, ഞങ്ങൾ ഇവിടെ ഇരിക്കാമെന്നേ പറയുള്ളൂ. ഇത് റസൂലിന്റെ കാലഘട്ടത്തിൽ വേറെ മാറ്റവുമില്ല. ഇവർക്ക് യുദ്ധ റസൂൽ വന്ന് പഠിപ്പിച്ചൊരു പുതിയ ഏർപ്പാടായിട്ട് പലരും കണക്കാക്കുക. യുദ്ധം എന്നുള്ളത് ഇസ്ലാം എന്ന് പഠിപ്പിച്ച കാര്യമാണ്. അങ്ങനെയാണ് മുസ്ലിമീങ്ങൾ അറബ് രാജ്യത്ത് ആദ്യമായി ആയുധമെടുക്കുന്നതെന്നാണ് ചിലർ കണക്കാക്കുക. സത്യത്തിൽ അവർ എല്ലാ വിഷയങ്ങൾക്ക് അടികൂടിയ ആൾക്കാരാണ്. ചെറിയ ഗോത്രപ്പകയുടെ പേരിൽ പോലും നൂറുകണക്കിന് മനുഷ്യരെ കൊന്നിട്ട് വർഷങ്ങൾ യുദ്ധം ചെയ്ത് പിണങ്ങിക്കഴിഞ്ഞവരാ, യുദ്ധം ഹരമാക്കിയവരാ. അങ്ങാടിയിൽ പോലും ഒറ്റപ്പെട്ട ഗുണ്ടകൾ എന്ത് ചെയ്യുക, തമ്മിലടിക്കുക, ഗുസ്തി പിടിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുക, ഇതൊക്കെ അവർ ശീലമാക്കിയ ആൾക്കാരാണ്. പക്ഷെ ഇവരെയാണ് റസൂലുള്ളാഹി ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ട് ക്ഷമിക്കാൻ പഠിച്ചത്, സഹിക്കാൻ പഠിപ്പിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? സംയമനം പാലിക്കണം. സഹായം വരും, റബ്ബിന്റെ സഹായം വരുമെന്ന്. ഇനി എപ്പോ സഹായം വരുമെന്ന് നെഞ്ച് കാണിച്ചിട്ട് ഒരാൾ സാബത്ത് ചോദിച്ചു. അരിപ്പ പോലെ തീക്കനകൾ ആ മനുഷ്യന് നെഞ്ചിലേക്ക് അമർന്നു പോയതിന്റെ പാടുകൾ കാണിച്ചിട്ട് ഇനി എന്നാ റസൂലേന്ന് ഈ നെഞ്ച് കാണിച്ചിട്ട് സഹായം വരിക എന്ന്. ക്ഷമിക്ക്, സഹായം വരും. ക്ഷമിക്കാൻ അനുവാദം ചോദിച്ചു, അവർ തിരിച്ചടിക്കട്ടെ എന്ന്. നമുക്കിത് ശീലമില്ല എന്ന്. വഴിയിൽ നിന്ന് കിട്ടുന്നതെല്ലാം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി ശീലമുള്ളല്ലോ റസൂലെ നമുക്ക്. പിന്നെ ഇസ്ലാമിന് ശേഷം എന്താ ഈ അവസ്ഥ? റസൂൽ ക്ഷമിക്കാൻ പറഞ്ഞു, സമയമുണ്ട് എല്ലാത്തിനും. നിങ്ങൾ ക്ഷമിച്ചിരിക്കാൻ. നിൽക്കാൻ പറ്റില്ല റസൂൽ, ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, തൽക്കാലം നിങ്ങൾ നാട് മാറി നിൽക്ക്, ഇവിടെ നിന്ന് മാറിപ്പോ, വീട് വിട്ട് മാറി നിൽക്ക്. ഈ നാടും വീടും വിട്ട് പലായനം ചെയ്യേണ്ടി വന്നപ്പോൾ പോലും ആയുധമെടുക്കാൻ അനുവാദം കൊടുക്കാത്തൊരു സമൂഹം. പക്ഷെ അവർക്കിത് ശീലമായി. പിന്നീട് അടിക്കാൻ മനസ്സുണ്ടായിരുന്ന ഒരു ആൾക്കാരെ തിരിച്ചടിക്കാൻ, പിന്നെ അതൊക്കെ ഒരു 10 പതിറ്റാണ്ടിലേറെ കാലം അടി കൊണ്ടുകൊണ്ട് അവസാനം നാടും വിട്ടു പോയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ബദർ എന്ന യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ പറഞ്ഞിരുന്നുവെങ്കിൽ അവരിങ്ങനെ പ്രതികരിക്കൂടെ? റസൂലെ, അതിന്റെ ആവശ്യമുണ്ടോ? നമുക്ക് മദീനയും കൂടെ വിട്ടുപോയാൽ പോരെ, ഒരു ഹിജ്റയും കൂടെ ചെയ്യാനേ പറയാൻ കഴിയുള്ളൂ. ആ അവസ്ഥയിലാണ് മഹാഭൂരിപക്ഷം ആൾക്കാരും. ഒരു ചെറുപക്ഷം എപ്പോഴും റസൂൽ എന്ത് പറയുന്നു അത് ശിരസാ വഹിക്കാൻ തയ്യാറായിരുന്നു. അങ്ങനെ ഒരു ചെറു സംഘത്തെ നോക്കിയിട്ടല്ല ഖുർആൻ സംസാരിക്കുന്നത്, ഭൂരിപക്ഷത്തെ നോക്കിയിട്ടാണ്. ഭൂരിപക്ഷം അത് മനസ്സിലാക്കാനുള്ളത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റസൂൽ പറയുന്നതിന് മുമ്പ് യുദ്ധത്തിന് വേണ്ടി ചാടി ഇറങ്ങിയവരല്ല പലരും. എന്നല്ല, അവരിൽ വലിയൊരു വിഭാഗം ആൾക്കാരും കാരിഹൂന, ആ പുറപ്പെടൽ ഇഷ്ടപ്പെട്ടിരുന്നില്ല. യുജാദിലൂനക ബഅദൽ ഹഖ്, അവർ താങ്കളോട് തർക്കം പറഞ്ഞിരുന്നു. അവർ തർക്കം പറഞ്ഞു. അവർ കാരണം യുസാഖൂന ഇലൽ മൗത്ത് വഹും യൻദുറൂൻ, അവർ പറഞ്ഞ ന്യായം എങ്ങനെ നോക്കിയാലും മരണമാണ് യുദ്ധത്തിന് പിന്നിൽ കാണാൻ കഴിയുന്നത്. എങ്ങനെ നോക്കിയാലും അവർ അടിക്കാൻ പോയാൽ, നമ്മൾ ഇപ്പൊ താൽക്കാലികമായി ജയിച്ചാൽ പോലും അവർ വിടൂല, പിറകെ വന്ന് അടിക്കും. ഇനി നേർക്കുനേരെ യുദ്ധമാണെങ്കിലോ കൊല്ലപ്പെട്ടേക്കാം. എങ്ങനെ നോക്കിയാലും മരണമാണ് മുമ്പിലുള്ളത്, ആ മരണത്തിലേക്കാണ് നമ്മൾ വലിച്ചുകൊണ്ട് പോകുന്നത് എന്ന് അതിർത്തിയോട് അഭിപ്രായം പറഞ്ഞവരുണ്ടായിരുന്നു ബദരീങ്ങളിൽ. ആദ്യമേ പറഞ്ഞു, അങ്ങനെ റസൂൽ ഇത് വേണ്ട, നമുക്ക് താല്പര്യമില്ല, ഇത് അബദ്ധമാണ് എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ അവിടെ പുറപ്പെടാൻ റസൂൽ പറഞ്ഞൊരു കാര്യമെന്ന്, അങ്ങനെ പേടിക്കണ്ട, നമ്മൾ പോകുന്നത് കച്ചവട സംഘത്തിനെതിരെയാണ്, മറ്റൊരു യുദ്ധം ഇവിടെ നടക്കാൻ ചാൻസ് ഇല്ല, നിങ്ങൾ പുറപ്പെടാൻ. ഇതാണ് ആദ്യഘട്ടം. പക്ഷെ റബ്ബ് പറയണം ഇത് ഏതൊക്കെ. പിന്നെ മുന്നോട്ട് പോയപ്പോൾ 2 സംഘമായി മാറി. കാരണം റസൂൽ അന്ന് കത്ത് കൊടുത്തു വിട്ട രഹസ്യം പോലെ ആയിരുന്നില്ല ഇവിടെ പറഞ്ഞ കാര്യം. കത്ത് കൊടുത്തു വിട്ടവർ രഹസ്യം ആരും അറിഞ്ഞില്ല. പക്ഷെ ഇവിടെ പറഞ്ഞത് എന്താണ്? നമ്മൾ അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ ആക്രമിക്കാൻ പോവുകയാണെന്ന്. ഇതിവിടെ പറഞ്ഞപ്പോൾ അവരറിഞ്ഞു. അത് അവിടെ രഹസ്യങ്ങൾ എങ്ങനെ ചോരുന്നു എന്നുള്ളത്. കാരണം റസൂലിന് പറയുന്നത് അവിടെ അറിയുമെന്ന്. ഇതിവിടെ പരസ്യമായിട്ട് പറഞ്ഞു. ഈ പരസ്യമായി ഇവിടെ പറഞ്ഞത് കൊണ്ട് തന്നെ കൃത്യമായി ഷാമിൽ നിന്ന് പുറപ്പെട്ട അബൂ സുഫിയാനും സംഘവും ഇത് അറിഞ്ഞു. അവർ സഹായത്തിന് വേണ്ടി ഒരു ഉപസൈന്യത്തെ അയക്കണമെന്ന് മക്കയിലേക്ക് മെസ്സേജ് കൊടുത്തു. മക്കയിൽ നിന്നൊരു സംഘം ഇവരെ സഹായിക്കാൻ വേണ്ടി പുറപ്പെടാൻ തീരുമാനിക്കുന്നു. ഈ തീരുമാനമുള്ളപ്പോഴും സുരക്ഷിതമായ മറ്റൊരു വഴി കണ്ടെത്തിക്കൂടെ എന്ന് അവർ ആലോചിക്കുന്നു. അങ്ങനെ അവർ ഏറ്റവും താഴ്ന്ന പ്രദേശമായ സമുദ്രതീരത്തിലൂടെയുള്ള പ്രദേശത്തിലൂടെ അവർ എന്ത് ചെയ്യുന്നു? മക്കയിലേക്ക് അവർ യാത്ര സുതാര്യമായി സുരക്ഷിതമായി നടപ്പിലാക്കുന്നു. പക്ഷെ പുറപ്പെട്ടവർ 2 വഴിയിലുണ്ട്. ഇവിടെ അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പുറപ്പെട്ട മുസ്ലിമീങ്ങൾ ഒരു ഭാഗത്ത് മുസ്ലിമീങ്ങൾ പുറപ്പെട്ടിരിക്കണം, മറുഭാഗത്ത് അബൂ സുഫിയാൻ സംഘത്തെ സഹായിക്കാൻ വേണ്ടി അബൂ ജഹൽ അടക്കമുള്ള ആൾക്കാർ പുറപ്പെടുന്നു. അവർ പറഞ്ഞു, നമ്മുടെ ഈ കച്ചവട ചരക്കാണ്, ഇതിവിടെ തീർന്നാൽ അവർ സാമ്പത്തികമായി ശക്തമാകും, നമ്മൾ ഇട്ട് പിരിച്ചതെല്ലാം വേസ്റ്റാകും, അതുകൊണ്ട് എല്ലാവരും തയ്യാറെടുക്കാൻ പറഞ്ഞു. ഒരാൾ വഴിയാതെ 1300 പേര് പുറപ്പെട്ടപ്പോഴാണ് മെസ്സേജ് വരുന്നത്, ഞങ്ങൾ സേഫാണ്, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപകടബാധകൾ പിന്നിട്ടിരിക്കുന്നു, ഉടനെ നമ്മൾ മക്കയിലെത്തും, നമ്മൾ സേഫാണ്, ഇനിയൊരു യുദ്ധത്തിന്റെ സാഹചര്യം ഇല്ല, ആരും പുറപ്പെടേണ്ട എന്ന് മെസ്സേജ് വന്നു.
ആരും പുറപ്പെടേണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ എല്ലാം കൊണ്ട് ഒരുങ്ങിക്കഴിഞ്ഞ് അബൂജഹലിനെ സംബന്ധിച്ചിടത്തോളം പിന്നോട്ട് പോകാൻ താല്പര്യമില്ല. അയാൾ പിന്നോട്ട് പോകാൻ എന്ന് തീരുമാനിച്ചാൽ റബ്ബ് അനുവദിക്കൂല. കാരണം റബ്ബിന്റെ തീരുമാനം മറ്റൊന്നാണ്. അപ്പൊ അയാൾക്കും ആ സംഘത്തിന് ഹുങ്കുണ്ടായി. ഇല്ല, എന്തായാലും ഒരുങ്ങി കിട്ടിപ്പോയി, നമ്മുടെ ശക്തിയെങ്കിലും പ്രകടിപ്പിച്ചിട്ട് ബദറിലേക്ക് ചെന്ന് മദീനക്കാരെ ഒന്ന് വിരട്ടുന്ന വിധത്തിൽ ഒരു അല്പ അഭ്യാസമെങ്കിലും കാണിച്ചിട്ടല്ലാതെ മടക്കയില്ല എന്നവർ തീരുമാനിക്കുന്നു. അപ്പോഴും ആൾക്കാർ പറഞ്ഞു വേണ്ട, ഇനി ഇന്ന് പാഴ്ശ്രമം വേണ്ട. 300ഓളം ആൾക്കാർ പിൻവാങ്ങി. നമുക്ക് ഇനി ഇതിൽ പങ്കില്ല, നമുക്ക് താല്പര്യമില്ല, കച്ചവട ചരക്കുകളൊക്കെ സേഫ് ആണല്ലോ, പിന്നെ നിങ്ങൾ പോകണമെങ്കിൽ പൊക്കോളി എന്ന് പറഞ്ഞു. എന്നാലും പല ആൾക്കാരെയും ഒഴിവാകാൻ ശ്രമിച്ചവരെ വിട്ടില്ല, അവർ ഒപ്പം കൂട്ടി. അഭിമാന പ്രശ്നമായി പലരെയും മുമ്പിൽ വിഷയത്തെ അവതരിപ്പിച്ചിട്ട് ധൈര്യമായിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഈ സമൂഹം പുറപ്പെട്ടു. അങ്ങനെയാണ് ബദറിലേക്ക് അവർ പുറപ്പെടുന്ന ആ നിമിഷത്തിലും അവർ തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ, യുദ്ധം നടപ്പിലാക്കാനുള്ള തീരുമാനം ഇരു കൂട്ടർക്കുമില്ല. അള്ളാഹുവിനല്ലാതെ, റബ്ബിനല്ലാതെ. റബ്ബിന് നടക്കണമായിരുന്നു. അതാ റസൂലിനോട് ഖുർആൻ പറഞ്ഞത്, രണ്ടിലൊരു സംഘം നിങ്ങൾക്ക് കിട്ടും. തക്കൂനിലേക്ക് രണ്ടിലൊരു സംഘത്തെ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. പക്ഷെ നിങ്ങൾ എന്താകും, തബദ്ദൂന അന്ന ഓയിറദാത്തി ഷൗക, നിങ്ങൾ ആഗ്രഹിച്ചത് മുള്ളില്ലാത്ത, ആയുധങ്ങളില്ലാത്ത, നിരായുധരായ ആ കച്ചവട സംഘത്തെ കിട്ടും എന്ന് നിങ്ങൾ കൊതിച്ചു. പക്ഷെ അള്ളാഹു അതല്ല ആഗ്രഹിച്ചത്. റബ്ബിന്റെ തീരുമാനം നിങ്ങൾ ഇവിടെ യുദ്ധത്തിൽ ഏർപ്പെടണമെന്ന് തന്നെയാണ്. അള്ളാഹുവിന്റെ തീരുമാനം അതാണ്, നിങ്ങൾ ഇവിടെ യുദ്ധം നടക്കണം. എത്രയോ വർഷക്കാലമായി ഒരു സമൂഹം പീഡിതരായി കഴിയുന്നു. ഒരു സമൂഹത്തിന് നിരന്തരമായ അക്രമങ്ങൾ അഴിച്ചുവിടുന്നു. അതിക്രൂരമായ നിലയിൽ അവരെ കളിയാക്കുന്നു, അതിക്രൂരമായ നിലയിൽ വേട്ടയാടുന്നു, അവരെ മാനഭംഗം ചെയ്യുന്നു, അവരെ ഏറ്റവും മോശമായ നിലയിൽ അവരെ പ്രഹരിക്കുന്നു. എല്ലാത്തിനും ഒടുവിൽ സ്വന്തം വീടും നാടും ഉപേക്ഷിച്ച് ഇവർക്ക് പലായനം ചെയ്യേണ്ടി വരുന്നു. അഡ്രസ് പോലും ഇല്ലാതെ ഒരു സമൂഹം ആദർശത്തിന്റെ പേരിൽ, ഒരു വിശ്വാസം എന്ന കേവലം മനുഷ്യാവകാശം അത് നിഷേധിക്കപ്പെട്ടുകൊണ്ട് ഒരു സമൂഹം തെരുവിലിറങ്ങി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ പോലും സംയമനം പാലിക്കാൻ പറഞ്ഞുകൊടുത്ത അതേ റബ്ബ് പറയാണ്, സംയമനത്തിന് സമയം കഴിഞ്ഞിരിക്കുന്നു, ഇനി ക്ഷമയോടെ നിൽക്കേണ്ടത് പടക്കളത്തിലാണ്, ഇനി യുദ്ധമാണ് എന്ന്. ആ റബ്ബിന്റെ തീരുമാനമാണ്. അല്ലാഹു റബ്ബിന്റെ തീരുമാനം ഹക്ക് ഇവിടെ നടപ്പിലാകണം, സത്യം ഇവിടെ സ്ഥാപിക്കപ്പെടണം. നിങ്ങൾ സുസ്ഥിരമായ ഒരു സമൂഹമാണ്, ഒരു ആദർശ കൂട്ടമാണ് എന്ന് ജനങ്ങളെ ബോധിപ്പിക്കണം. അതിനിവിടെ വേണ്ടത് യുദ്ധം തന്നെയാണ്. റബ്ബിന്റെ തീരുമാനമാണ് യുദ്ധം. അത് നടപ്പിലാക്കണമായിരുന്നു. കാരണം അക്രമകാരികളെ ഏത് കാലഘട്ടത്തിലും അക്രമകാരികളും അധർമ്മകാരികളും അവരെങ്ങനെ വാഴിക്കപ്പെടുമ്പോൾ, അവരിവിടെ അധികാരം സ്ഥാപിക്കുമ്പോൾ, അവരുടെ മേൽക്കോയ്മയിൽ സമൂഹത്തിൽ മുഴുവൻ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കപ്പെടുമ്പോൾ അവരെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് പടച്ചവന്റെ പ്രകൃതിപരമായ ഒരു സംവിധാനമാണ്. കൃത്യമായി എല്ലാ കാലഘട്ടത്തിലും കമ്മിങ് കറിയത്തിൻ എന്ന് എത്രയോ കറിയത്തുകളാണ്, എത്രയെത്ര നാടുകളാണ് ആ അക്രമികളായ സമൂഹം കാരണത്താൽ നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആദി സമൂത് ഗോത്രങ്ങൾ നശിപ്പിച്ചില്ലേ അള്ളാഹു? എന്തുകൊണ്ട്? അവർ അക്രമികാരികളായതുകൊണ്ടാണ്. പക്ഷെ അവരെയൊക്കെ നശിപ്പിച്ചതിൽ അള്ളാഹു ഒരു പ്രകൃതിപരമായിട്ടുള്ള ഒരു പ്രകൃതി പ്രതിഭാസത്തെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ പ്രകൃതി ദുരന്തങ്ങളിലൂടെയാണ് അവർ നശിപ്പിക്കുന്നത്. ആകാശത്തിന് പെയ്തിറങ്ങിയ പേമാരിയും അതുപോലെ തന്നെ ഭൂമികുലുക്കവും ഭൂകമ്പങ്ങളും ഒക്കെയാണ് ഇത് നശിപ്പിക്കാൻ കാരണം. അടിച്ചു വീശിയ കൊടുങ്കാറ്റ് കൊണ്ട് നശിപ്പിക്കപ്പെട്ടു. എത്രയേറെ അബാബിൽ എന്ന അള്ളാഹുവിന്റെ അത്ഭുതകരമായ പക്ഷികളെ കൊണ്ട് അബ്രഹത്തിന്റെ ആനപ്പടയെ നശിപ്പിച്ച അതേ അറേബ്യയില ഈ ഇത് നടക്കുന്ന ബദർ നടക്കാൻ പോകുന്നത്. അക്രമികളെ ചെറുക്കാൻ അള്ളാഹുവിന് ഒരു പ്രകൃതിപരമായി തന്നെ സംവിധാനമുണ്ട്. എല്ലാ കാലഘട്ടങ്ങളിലും അക്രമികളൊക്കെ അരിയിട്ട് വാഴിക്കും, കുറച്ചു കാലം പിന്നെ അവരെ പണിഷ്മെന്റ് ചെയ്യും, അവരെ ശിക്ഷിക്കുമ്പോൾ അള്ളാഹുവിന് നടപടിക്രമമാണ്. ഇല്ലെങ്കിൽ പറ്റൂല, ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. മാനവ സമൂഹത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ അവർക്കിടയിലെ അധർമ്മകാരികളെ എല്ലാ കാലങ്ങളിലും കൈകാര്യം ചെയ്യാനും നിലയ്ക്ക് നിർത്താനുമുള്ള സംവിധാനം പടച്ചവന്റെ കയ്യിലുണ്ട്. അത് കടലിന്റെ രൂപത്തിൽ വന്നിട്ടുണ്ട്, കാറ്റിന്റെ രൂപത്തിൽ വന്നിട്ടുണ്ട്, മഴയുടെ രൂപത്തിൽ വന്നിട്ടുണ്ട്, ഇടിമുഴക്കത്തിന്റെ രൂപത്തിൽ വന്നിട്ടുണ്ട്, അബാബിലിന്റെ രൂപത്തിലും വന്നിട്ടുണ്ട്. അങ്ങനെ എങ്ങനെയെങ്കിലും വന്നാ മതിയായിരുന്നു മക്കയിലും. പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയല്ല. അങ്ങനെ വന്നാ പോരാന്ന്. ഖാതിലൂഹും, നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം. യുഅദ്ദിബുഹും അല്ലാഹു ബിഐദീകും, നിങ്ങളുടെ കൈ കൊണ്ട് അവരെ ശിക്ഷിക്കണം. അള്ളാഹുവിന് നിങ്ങളുടെ കൈ കൊണ്ട്, നോക്ക് അതാ ഖുർആൻ പറയുന്നത്, നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ അള്ളാഹുവിനെ അവരെ ശിക്ഷിക്കണം. അള്ളാഹുവിന് ശിക്ഷിക്കാൻ എളുപ്പമാണ്. ബാബിൽ പക്ഷികളായാലും മതി, ഒരു കല്ലുകളുടെ മഴ വർഷിപ്പിച്ചാലും മതി, ഇതൊക്കെ റബ്ബിന് മതിയാകും. പക്ഷേ അള്ളാഹുവിന് അത് പോരാ. ഇവിടെ കാബി നീതി എന്ന് പറയുമ്പോൾ ഇന്നേ ഒരു അടി കൊണ്ടോടേണ്ടി വന്നൊരു സമൂഹം, നിർധനരായ ഒരു സമൂഹം, അർദലുകൾ എന്ന് അവർ പരിഹസിക്കുന്ന സമൂഹം, ഒന്നിനും കൊള്ളാത്തവർ കളിയാക്കുന്ന ആ സമൂഹം, അതേ സമൂഹം ഈ ന്യൂനപക്ഷം, ഈ ചെറിയ സംഘം, ഈ ഏറ്റവും ചെറിയ സംഘത്തെ കൊണ്ട് അവരെ അടിക്കുക എന്നുള്ളത് റബ്ബിന്റെ തീരുമാനമാണ്. അപ്പോഴേ അവർ നാണം കെടുള്ളൂ, അവർ അഭിമാനത്തിനുള്ള ക്ഷതമേൽക്കുള്ളൂ. അവരെ അപമാനിക്കാൻ ഏറ്റവും നല്ലത് നിങ്ങൾ നിസ്സാരമായ ഒരു ആൾക്കൂട്ടം തിരിച്ചടിക്കൽ തന്നെയാണ്. നിങ്ങൾ തിരിച്ചടിക്കണം, അതാ വേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ രണ്ടുണ്ട് കാര്യം. അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും.
അല്ല, നിങ്ങൾ ഈ 313 പേര്, അത് 70 ഒട്ടകവും 2 കുതിരയും പിന്നെ പൊട്ടിപ്പൊളഞ്ഞ കുറച്ച് വാളുകളും കൊണ്ടുപോയിട്ട് 1000 പേരെ നിങ്ങൾക്ക് നേരിടാൻ ഒരു ഭൗതിക ലോകത്തിന് ഒരു കണക്ക് വെച്ച് നോക്കിയാലും ശരിയാവൂല. എങ്ങനെ? അവരൊക്കെ പോരാളികളാ, അവരൊക്കെ യുദ്ധം അറിയുന്ന ആൾക്കാരാ, അവരൊക്കെ അത്രയും നറ്റലുള്ള ആൾക്കാരാ. ഇവരൊക്കെ പിന്നെ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ പിന്നെ അവരൊക്കെ ഇസ്ലാമിന്റെ മുൻനിരയിൽ നിന്ന ആൾക്കാരാ, ഖാലിദ് ബിൻ വലീദ് അടക്കമുള്ള ആൾക്കാർ. അതിനേക്കാൾ കേമന അബൂജഹൽ. അങ്ങനെയെങ്കിൽ ഈ 313 പേര് പോയിട്ട് അടിച്ചു വീഴ്ത്താൻ പറ്റിയ ഒരു ആൾക്കൂട്ടവും ആയിരുന്നില്ലത്. ഈ ആൾക്കൂട്ടത്തെ കൊണ്ട് അവരെ തകർക്കണമെന്ന് റബ്ബിന് തീരുമാനം. അപ്പോഴേ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായം അനുഭവിക്കാൻ കഴിയൂ. അവരെങ്ങനെ ജയിച്ചു എന്ന് ലോകത്തൊന്നും ചോദിക്കും. ഈ 313 പേര്, ഈ വിശന്ന പാവങ്ങള് എങ്ങനെ ആ യുദ്ധത്തിൽ ജയിച്ചു എന്ന് ലോകത്ത് അവസാനം വരെയും ചോദിക്കും. അതിന് മറുപടി ഒന്നേ ഉള്ളൂ, അവർ വിശ്വാസികളായിരുന്നു. അള്ളാഹുവിന്റെ സഹായം കൊണ്ട് മാത്രം വിജയിച്ചു എന്ന്. റബ്ബ് നടത്തിയ യുദ്ധമാണ് സത്യത്തിലത്. അള്ളാഹു എല്ലാ കാലഘട്ടങ്ങളിലെയും അക്രമകാരികളെ നശിപ്പിക്കാൻ അവൻ നടപടി സ്വീകരിക്കാറുണ്ട്. ബദറിലും അതേ നടപടി സ്വീകരിച്ചു. റബ്ബ് തന്നെ അവരെ ആക്രമിക്കാൻ തീരുമാനിച്ചു. റബ്ബ് അവരെ കീഴടക്കാൻ തീരുമാനിച്ചപ്പോൾ ദുർബലരായ വിശ്വാസികളെ കൈകൾ ഉപയോഗപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. അതാ ഖുർആനും പറഞ്ഞത്, വമാ ഖതൽത, താങ്കളല്ല യുദ്ധം ചെയ്തത്. വമാ റമൈത, താങ്കളല്ല എറിഞ്ഞത്. ഒരു പിടി മണ്ണ് വാരി റസൂൽ എന്നെയും ബദറിലേക്ക് എറിയുന്നുണ്ട്. ഒരു പിടി മണ്ണ് വാരിയിട്ട് ബദർ യുദ്ധം കൊടുമ്പിരി കൊള്ളാൻ തുടങ്ങിയപ്പോൾ 1300ഓളം ആൾക്കാർ കളത്തിൽ നിൽക്കുമ്പോൾ റസൂലുള്ളാഹി അല്ലാഹുവിന് ദുആ ചെയ്തിട്ട് ഒരു പിടി മണ്ണ് വാരി എറിയുന്നുണ്ട്. ആ എറിഞ്ഞ മണ്ണിന്റെ ഓരോ തരിയും ഏതെങ്കിലും അവിശ്വാസിയുടെ കണ്ണിലോ കാതിലോ മൂക്കിലോ കടന്നു പോയിട്ടുണ്ട് എന്ന് ഹദീസുകൾ വിശദീകരിക്കുന്നുണ്ട്. അതങ്ങനെ കൊണ്ടെത്തിച്ചത്, നീ എറിഞ്ഞത് നീയല്ല, ഞാനാണ് എന്നല്ല. നിങ്ങൾ യുദ്ധം ചെയ്തപ്പോൾ നിങ്ങളല്ല യുദ്ധം ചെയ്തത്, ഞാനാണെന്നല്ല. ആ യുദ്ധം അധർമ്മവും അല്ലാഹുവും തമ്മിലായിരുന്നു ബദറിൽ നടന്നത്. അതിന് വിശ്വാസികളെ മുമ്പിൽ നിർത്തിയതിന്റെ കാര്യം എന്ന് അറിയുമോ? ഈ കൈ കൊണ്ട് അവിടെ അടികിട്ടണം എന്നുള്ളത് അള്ളാഹുവിന്റെ കാബിനീതിയാണ്. 2 കാര്യങ്ങൾ അവിടെ നടപ്പിലാകും. ഒന്ന്, അവർ നിന്ദിതയിലേക്ക് തള്ളപ്പെടും. അഹങ്കാരികളും സ്വച്ഛാധിപതികളും ഒക്കെ അഹങ്കാരത്തിന് നെടുകയിൽ നിൽക്കുമ്പോൾ അവർക്ക് തലയിൽ കിട്ടുന്ന അടികളാണ് നിസാരന്മാരായ മനുഷ്യരെ കൊണ്ട് നടപ്പിലാക്കുക. അതാ ബദർ. അവിടെ അള്ളാഹുവിൻ തീരുമാനമാണ് നടപ്പിലാക്കുന്നത്. അത് മാത്രമല്ല, അള്ളാഹു പിന്നെയും പറയുന്നുണ്ട്, ഈ പിന്നെ എന്ന് അവിശ്വാസികളുടെ പേരിറക്കുമെന്ന്. അവിടെ അതാവശ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവരെല്ലാം മുസ്ലിമീങ്ങളെ പേരിറക്കാൻ വേണ്ടി വന്നവരാ, അടിപേരിറക്കാൻ വേണ്ടി വന്നവർ. പക്ഷെ ആ അടിപേരിറക്കാൻ വേണ്ടി കൂടിയാണ് ഈ യുദ്ധമെന്ന്. എന്താ അടിപേര്? അവരെ അടിപേരേതാണ്? അബൂജഹലും മുത്തുബത്തും ഷെയ്ബത്തും അടങ്ങുന്നവർ. എല്ലാ കൂട്ടത്തിലും ഒരു ധൈര്യം കൊടുക്കാൻ കുറെ ആൾക്കാരുണ്ടാവും. ഇന്ന് ആഗോളതലത്തിൽ മനുഷ്യത്വം മരവിച്ചു പോവുകയും നീതിയും ധർമ്മവും ഒക്കെ മാറ്റിവെച്ചിട്ട് ഇവിടെ ഓരിയിടുകയും മനുഷ്യ കുഞ്ഞുങ്ങൾ പിഞ്ചു മക്കളെ കൊന്നിട്ട് ആ ചോര കണ്ടിട്ട് ആഘോഷിക്കുന്ന വലിയൊരു സമൂഹത്തിന്റെ പിമ്പിൽ ആരാ ഉള്ളത്? ആരാ ഈ പിമ്പലം എന്നുള്ളത്? ആരാ അടിപേര്? ലോകത്ത് ഏറ്റവും വലിയ ശക്തികളായി മാറിയിട്ടുള്ള അമേരിക്കയും ഇസ്രായേലിന്റെയും സഖ്യകക്ഷി അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ അവിടെയാണ് നമുക്ക് ഏറ്റവും വലിയ വിജയമുള്ളതെന്ന് കണക്കാക്കുന്ന തിണ്ണമെടുക്കാണ്. അമേരിക്കയും ഇസ്രായേലും ഒരു ഭാഗത്ത് അവർ നിൽക്കുമ്പോൾ അവർ മാത്രമേ വിജയിക്കൂ. അവരെ കണക്ക് കരുത്തർ ആയുധബലത്തിൽ, ആണവ സമ്പത്തിൽ, ആൾബലത്തിൽ, അത് കണക്ക് ആരാ ഉള്ളത് അവർക്ക് മുമ്പിൽ? ആരുമില്ല അവരെ ചോദ്യം ചെയ്യാൻ. അത്രയും വലിയ സംവിധാനങ്ങൾ ഇവർക്കിടയിൽ ഉള്ളത് കൊണ്ട് തന്നെ ലോകത്തെല്ലായിടത്തും ആഘോഷിക്കും. മനുഷ്യത്വം വേട്ടയാടപ്പെടുമ്പോൾ ഈ ആണിവേരുകൾ അറക്കപ്പെടും ഉറപ്പായിട്ടും. അത് അബൂജഹലും മുത്തുബത്തും ഷെയ്ബത്തും വീണാൽ, അഥവാ ഇവിടെ അമേരിക്കയും ഇസ്രായേലും വീണാൽ, ഈ രാജ്യത്തടക്കമുള്ള സംഘപരിവാർ അടക്കമുള്ള മുസ്ലിം വിരോധികൾ, ഇസ്ലാം ഹോമോഫോബിയ കൊണ്ട് നടക്കുന്ന സമൂഹമുണ്ടല്ലോ, അവർ വിറയ്ക്കും. അതുവരെ ആഘോഷിക്കും. അതാ നടപടി എങ്ങനെയാണ്? അബൂജഹലും മുത്തുബത്തും ഷെയ്ബത്തും അടക്കമുള്ള മക്കയിലെ ഗുണ്ടകള് തലയുയർത്തി ഇസ്ലാമിൽ നിൽക്കുന്ന കാലത്തോളം അറേബ്യൻ മണ്ണിൽ എവിടെയും ശത്രുക്കൾക്കാണ് പിൻബലം. അവർക്കായിരുന്നു പിൻബലം ഒന്നുമില്ല. പക്ഷേ ആ ഒറ്റ ബദറോടുകൂടി പകച്ചുപോയില്ലേ മക്കാര് മാത്രമോ? അബ്ദുല്ലാഹിബ്നു സലൂലിനെ പോലെയുള്ള മരിക്കും വരെ മുനാഫിക്കായിരുന്ന മനുഷ്യൻ, ഇസ്ലാമിന്റെ ഏറ്റവും കഠിന വിരോധി, അയാൾ ബദർ കഴിഞ്ഞപ്പോൾ ഇസ്ലാം സ്വീകരിക്കാൻ വന്നു. ഇനിയിപ്പോൾ ആരെ നോക്കിയിരിക്കാനാ? അവർക്കൊക്കെ കിട്ടാനുള്ളവർക്കൊക്കെ കാര്യമായിട്ട് പണി കിട്ടി. മക്കയിൽ അവർ വന്നിട്ട് ഇനി ഇവിടെ മറിക്കുമെന്ന് കണക്കാക്കി ഇതൊക്കെ വെറും വ്യാമോഹമായി. അവർ അടിപേരൽ ഇവർ അറുത്ത് കളഞ്ഞത്. അത് ഈ മുസ്ലിമീങ്ങൾക്ക് കൂടുതൽ ധൈര്യം പകരുകയും മക്കയിലെ മുശ്രിക്കുകൾ, ഇസ്ലാമിലെ ശത്രുക്കൾ അതുപോലെ തലപുകി നിന്നവരെ വേറിറക്കുകയും ചെയ്തു ആ യുദ്ധത്തിലൂടെ. അത് അല്ലാഹുവിന്റെ നടപടിയായിരുന്നു. അത് മാത്രമല്ല, എന്ന് വ്യക്തമായ തെളിവുകളോടെ ലോകത്തൊരു അടയാളമാണ് ബദർ എന്നുള്ളത് ഖുർആൻ സംസാരിക്കുന്നത്. ഇതൊരു അടയാളപ്പെടുത്തലാണ്. ഇവിടെ ജയിച്ചവരും ഇവിടെ തോറ്റവരും ചരിത്രത്തിന്റെ ഭാഗമാണ് എന്ന് അത് ഖുർആൻ സംസാരിക്കുന്നത്. ഇവിടെ ജയിച്ചവരും ഇവിടെ തോൽക്കുന്നവരും ചരിത്രത്തിന്റെ ഭാഗമാകേണ്ടിയിരിക്കുന്നു. ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഇതിൽ തെളിവുണ്ട്, ഇവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് ഖുർആൻ സംസാരിക്കുന്നുണ്ട്. അതാ ഖുർആൻ പറയുന്നത്, നിങ്ങൾ ഇവിടെ ജയിക്കുന്ന ആൾക്കാർ ജയിച്ചിട്ട് പിന്നെയും മുന്നോട്ട് ജീവിതവുമായി പോകുന്ന ഒരു സമൂഹമുണ്ടല്ലോ, അത് വ്യക്തമായ തെളിവുകളോടെ ചരിത്രത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടി തന്നെയാണ് യുദ്ധം.
അതിനുവേണ്ടി യുദ്ധം നടപ്പിലാക്കാൻ പറഞ്ഞത്. ഇവരാരും യുദ്ധത്തിന് വേണ്ടി വന്നവരല്ല, പക്ഷേ ഇവരെ യുദ്ധത്തിലേക്ക് എത്തിച്ചു ഘട്ടം ഘട്ടമായി. ഇത് റബ്ബിന് തീരുമാനം, ഇത് റബ്ബ് നടപ്പിലാക്കുകയാണ് ഇത്. പക്ഷെ പുറപ്പെട്ടവരല്ല, ഈ ബദരീങ്ങൾ നിസ്സാരമായി കാണാനല്ല. ഇവിടെ ഇത് സ്ഥാപിക്കുന്നതോടുകൂടി വിശ്വാസികൾ, പിന്നെ ബദറിന് ശേഷമുള്ള വിശ്വാസികൾ സുസ്ഥിര സമൂഹമായി ഈ മദീന എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ താവളം എന്ന് അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. അതൊരു മുസ്ലിം ഭരണ പ്രദേശമാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്നൊരവസ്ഥയിലേക്ക് മദീനയ്ക്കുണ്ടായ മാറ്റത്തിന്റെ കാതലായ കാരണം ബദറിന്റെ വിജയം. ഇത് വേണമായിരുന്നു, ഇത് നടപ്പിലാക്കപ്പെടണമായിരുന്നു. അതോടൊപ്പം തന്നെ അതുവരെ മുന്നേറിയിരുന്ന ഒരു സമൂഹത്തിന്റെ നാശത്തിന്റെ തുടക്കവും ആ ബദർ തുടങ്ങി വെച്ചു. എങ്ങനെ വേണമെങ്കിലും അടിക്കാൻ തിരിച്ചടിക്കൂല എന്നതൊക്കെ വ്യാമോഹമാണ്. അവർക്കും യുദ്ധതന്ത്രമുണ്ട്, അവരും ഒരു സുസ്ഥിര സമൂഹമാണ്, അവർക്കൊരു ലീഡർഷിപ്പ് ഉണ്ട്, അവർക്കൊരു യുദ്ധ പ്ലാൻ ഉണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു അവർക്ക്. കൃത്യമായിട്ടൊരു അഡ്രസ്സ് ചെയ്യപ്പെടും. ഇതിലൂടെ ലോകത്തിന്റെ മുമ്പിൽ എല്ലാം വ്യക്തമായി കാര്യങ്ങൾ ബോധിപ്പിക്കുകയാണ്. പക്ഷെ അതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ബദരീങ്ങൾ നിസ്സാരമായി കാണുകയല്ല. പുറപ്പെട്ടവരായിരുന്നില്ല അവിടെ ബദറിൽ ഇറങ്ങിയത്. ഓരോ ഘട്ടത്തിലും മാറ്റം വന്നുകൊണ്ടിരുന്നു. ബദരീങ്ങൾക്ക് ബദറിൽ ഇറങ്ങിയ എല്ലാ മനുഷ്യരും ഒരേ മനോഭാവത്തിലുള്ളവരല്ല, എല്ലാവർക്കും ഒരു തക്കവയുള്ളവരുമല്ല. അതുകൊണ്ട് റസൂല് പറയുമ്പോൾ തന്നെ അതേപടി അനുസരിക്കാൻ തയ്യാറായി മുമ്പിൽ നിൽക്കുന്ന 100ഓളം സഹാബാക്കളുണ്ട്. പക്ഷെ എല്ലാവരും അതേ മനസ്സല്ല, അങ്ങനെ കണക്കാക്കാൻ പാടില്ല. അവർ മലക്കുകളൊന്നുമില്ല, പച്ച മനുഷ്യരാണ്. യുദ്ധം കഴിഞ്ഞു ബദർ വിജയിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഓടിപ്പോയി വാരിക്കൂട്ടി പോയി നിയമത്തെ സ്വത്തുക്കള്. അവനവന് കിട്ടുന്ന വില എല്ലാവരും കഴിവിന്റെ മത്സരമായി, പിടിയും വലിയുമായി. എന്തിനാണ് ഈ പണം എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി അവസാനം യുദ്ധക്കളത്തിൽ ഒന്നുമില്ല. കുറച്ച് ആൾക്കാരെല്ലാം കൂടെ വാരിക്കൂട്ടി അടുക്കി വെച്ചിരിക്കുക ഓരോ മൂലയിലേക്ക്. എനിക്കുള്ളതാണെന്ന് അവസാനം ആയത്തിറങ്ങേണ്ടി വന്നു. എടുത്തൊക്കെ വയ്ക്കാൻ പറഞ്ഞു. അതിനൊക്കെ ഒരു കണക്കുണ്ട് എന്ന്. അള്ളാഹുവിന് അവകാശമുണ്ട്, നിങ്ങൾക്ക് അവകാശമുണ്ട്, റസൂലിന് അവകാശമുണ്ട്. എല്ലാം തിരിച്ചു വെപ്പിച്ചിട്ട് അവർക്കിടയിൽ പിന്നെ റസൂൽ നീതിപൂർവ്വം വിധിച്ചു. ഇത് സ്വാഭാവികമായ മനുഷ്യന്റെ സ്വഭാവമല്ലേ? അതേ ഉള്ളൂ സഹാബാക്ക. അവരങ്ങ് മലക്കുകളല്ലാന്ന് മനസ്സിലാക്കുക, പച്ച മനുഷ്യരാ. ആ പട്ടിണിയും പരിവട്ടമായിട്ട് കടന്ന് അവസാനം യുദ്ധം ജയിച്ചപ്പോ വാരിയെടുക്കുന്നതില്ല നമുക്ക് കിട്ടുമെന്ന ഒരു മോഹത്തോടു കൂടി മത്സരിച്ചു. അവർ ഒരു നിമിഷത്തെ ദൗർബല്യമാണ്. പക്ഷെ അത് മാറി. അത് ഇത് കണക്ക് ഈ പുറപ്പെടുമ്പോഴും ഇതേ അവസ്ഥ. അഭിപ്രായ ഭിന്നതകളുണ്ട്, താല്പര്യക്കുറവുണ്ട്. പക്ഷേ റസൂൽ അവസാനം പറഞ്ഞൊരു മീറ്റിംഗ് വിളിക്കുന്നുണ്ട്, നമ്മൾ യുദ്ധത്തിലേക്കാണ് പോകുന്നത്. കച്ചവട സംഘമൊക്കെ അവർ പാട്ടിന് പോയിട്ടുണ്ട്. അവർ വളരെ താഴ്ന്ന പ്രദേശത്തൂടെ അവർ രക്ഷപ്പെട്ടു. നമ്മുടെ മുമ്പിൽ ആകെ ഇനി ഉള്ളത് ഈ ബദൽ വന്ന് നിൽക്കുന്ന ശത്രു സൈന്യം മാത്രമാണ്. ഇവിടെ യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്താണ് അഭിപ്രായം എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു, നബി എന്താണ് അഭിപ്രായം? അങ്ങ് മുന്നോട്ട് പോയാൽ നമ്മൾ മുന്നോട്ട് തന്നെ, യുദ്ധമെങ്കിൽ യുദ്ധം തന്നെയെന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഇതേ അഭിപ്രായം പറഞ്ഞു. റസൂൽ അത് മതിയാവില്ല. അവരെ വിഷയത്തിൽ ചർച്ചയില്ലല്ലോ. സ്വന്തം ശരീരം പോലെ റസൂൽ വിശ്വസിക്കാവുന്ന 2 ആൾക്കാരാ. അവർ വരുമെന്ന് നബിക്കറിയാം, പക്ഷെ ബാക്കിയുള്ള ആൾക്കാരുടെ വിഷയം അറിയണ്ടേ? അപ്പൊ മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് ഒരു പ്രഭാഷണം പോലെ വിഷയം അവതരിപ്പിച്ചു. നബിയെ, എന്താ ഭയപ്പെടുന്നത്? സാധാരണ ആജ്ഞാപിച്ചാണല്ലോ ശീലം, വരൂ പോകാമെന്ന് പറയുന്ന രീതിയല്ലേ ഉള്ളത്. പിന്നെ ഇവിടെ എന്താ ഈ വിഷയത്തിൽ അഭിപ്രായം? എന്താ റസൂൽ ഭയപ്പെടുന്നുണ്ടോ? മൂസ നബി അലൈഹി സ്വലാം ജനങ്ങളെ യുദ്ധത്തിന് വിളിച്ചപ്പോൾ നീ നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ പറയുമെന്ന് ഭയക്കുന്നു? വേണ്ട നബിയെ, ഞങ്ങൾ അങ്ങനെ പറയുന്ന ആൾക്കാരല്ലാന്ന്. ഞങ്ങൾ അങ്ങനെ പറയില്ല. അങ്ങ് എങ്ങോട്ട് ഇറങ്ങാൻ തിരിച്ചാലും തീരുമാനം ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന്. അത് നബിക്ക് വലിയൊരു ആത്മവിശ്വാസമായി. ആ കൂടിയിരുന്ന ജനങ്ങൾക്കൊരു ആവേശമായി, വലിയൊരു ആവേശം എല്ലാവർക്കും ഉണ്ടായി. അത് മാത്രമല്ല, നമുക്ക് പോയിരുന്നു ഈ സംസാരിച്ച 3 പേരും മുഹാജിറുകളാണ്. മക്കയിൽ നിന്ന് വന്ന 82 പേര് പ്രതികരിക്കുന്ന ആൾക്കാർ. ബാക്കിയുള്ള 200 ചില്ലുവാനം ആൾക്കാരും മദീനയിൽ നിന്ന് വന്ന അൻസാറുകൾ. അവർ ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ല. റസൂൽ ഇനിയും പറയാൻ പറഞ്ഞ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അവിടെ സഅദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, നബിയെ, ഞങ്ങളുടെ അഭിപ്രായമാണോ അങ്ങ് അന്വേഷിക്കുന്നത്? ഞങ്ങളുടെ അഭിപ്രായമാണോ നിങ്ങൾ ആരായുന്നത്? അതിനു വേണ്ടിയാണോ ഈ ചോദ്യം പിന്നെ ആവർത്തിക്കുന്നത്? അത് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അതെനിക്ക് കേൾക്കണം. അദ്ദേഹം പറഞ്ഞു, നബി, അങ്ങ് നമ്മളെയും കൊണ്ട് കിണറ്റിലേക്ക് ഇറങ്ങിയാൽ ഞങ്ങൾ ആ കിണറ്റിൽ ഇറങ്ങും, സമുദ്രത്തിലേക്ക് ഇറങ്ങിയാൽ സമുദ്രത്തിലേക്ക് ഇറങ്ങും, എവിടെ ഇറങ്ങിയാലും ഞങ്ങൾ കൂടെ ഇറങ്ങും. അത് തീയിലാണെങ്കിൽ പോലും കൂടെ ഇറങ്ങാൻ തയ്യാറാണ്. കാരണം അങ്ങ് തെളിയിച്ച വെളിച്ചമല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഈ കാണുന്ന നന്മയും വിശ്വാസവും ഈ വെളിച്ചവും ഇതെല്ലാം അങ്ങ് വീശിയതാണെങ്കിൽ പ്രവാചകർ അങ്ങയോട് അങ്ങേയറ്റം പ്രതിബദ്ധതയും കടപ്പാടുമുള്ളവരാണ് ഞങ്ങൾ. അങ്ങനെ വഴിയിൽ വിട്ടുപോകുന്നവരല്ല ഞങ്ങൾ, ഒപ്പം തയ്യാറാണെന്ന്. അവിടെയാണ് എല്ലാ മനുഷ്യരും മനസ്സുകൊണ്ട് യുദ്ധത്തിനൊരുങ്ങുന്നത്. പിന്നെ മേൽക്കീഴ് നോക്കിയിട്ടില്ല അവര്. അത് അവരുടെ ഈമാൻ. പിന്നെ അള്ളാഹു അവരെ പിന്നെയും മുന്നോട്ട് ഘട്ടം ഘട്ടമായി റബ്ബ് ഈ വിഷയമാണ്. റബ്ബിന് യുദ്ധം നടന്നേ തീരൂ. റബ്ബ് എന്ത് ചെയ്യുന്നു? ഇവരെ മനസ്സിൽ ആവേശം ഇട്ടുകൊടുത്തുകൊണ്ടിരുന്നു. ആ ആവേശം ഇട്ടുകൊടുക്കുന്നതിന്റെ ഭാഗമായി തലേനാൾ മനോഹരമായി ഉറക്കി. ഒരു പ്രഷർ സിറ്റുവേഷനിൽ ഒരു മനുഷ്യന് കിട്ടാത്ത സാധനത്തിന്റെ പേരാണ് ഉറക്കം. എക്സാം എഴുതാൻ പോവുകയാണെങ്കിൽ ഇന്ന് ഉറക്കം വരൂല. നമ്മൾ ഒരു ഉദ്യോഗജനകമായ ഒരു വിഷയത്തിൽ ഏർപ്പെടാൻ പോവുകയാണെങ്കിൽ നമുക്ക് ഉറക്കം കിട്ടൂല. അത് അങ്ങനെ സ്വാഭാവികതയാണ് അങ്ങനെ. പക്ഷെ അവർ സുന്ദരമായി ഉറങ്ങി, അവർ ഉറക്കി അല്ലാഹു. ആ ഉറക്കത്തിലൂടെ അവർക്ക് ഉണ്ടാകുന്നത് ഊർജ്ജമാണ്. നമ്മളിന്ന് ഉറക്കം വിളച്ചിരുന്നതുകൊണ്ട് എക്സാം നന്നായി ജയിക്കുമോ? ഇല്ല. പിറ്റേന്ന് എക്സാം ഹാളിരിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ മയക്കം പിടിക്കും. യുദ്ധത്തിലും അവർക്ക് മയക്കം ബാധിക്കുമായിരുന്നു. പക്ഷെ അവർ എന്ത് ചെയ്തു? അല്ലാഹു മനോഹരമായി സുന്ദരമായി ഉറക്കി. ആ ഉറക്കം നന്നായി നൽകാൻ വേണ്ടി ഒരു മഴയും അവിടെ പ്രശിപ്പിച്ചു. നല്ല തണുപ്പുള്ള രാത്രി,
നല്ല തണുപ്പുള്ള രാത്രിയിൽ കുതിർത്തു പെയ്യുന്ന മഴയിൽ അവർ മനോഹരമായി ഉറങ്ങി. അവർ പിറ്റേന്ന് പുറത്തിറങ്ങുമ്പോൾ തറയൊക്കെ നല്ല ബലത്തിട്ടുണ്ട്. അവരേറി പൊതുവിൽ പൊടിപടലങ്ങൾ കൂടിയതും അതോടൊപ്പം തന്നെ കാല് പൂന്തിപ്പോവുകയും ചെയ്യുന്നൊരു അവസ്ഥയായിരുന്നു മുസ്ലിമീങ്ങൾ തമ്പടിച്ച ഭാഗം ഉണ്ടായിരുന്നത്. പക്ഷെ പിറ്റേന്ന് ഉറക്കം വീണ് നിൽക്കുമ്പോൾ കാലൊക്കെ നല്ല ബലത്തി വെക്കാം, തറ ഉറച്ചിട്ടുണ്ട്, എല്ലാം ഭംഗിയായിട്ടുണ്ട്, പൊടിപടലങ്ങൾ പറക്കുന്നില്ല, നല്ല ഉറക്കവും കിട്ടിയിട്ടുണ്ട്. ഈ എല്ലാം കൂടി ആയപ്പോൾ അവർക്ക് കൂടുതൽ ഊർജ്ജമായി, ആത്മവിശ്വാസം വർദ്ധിച്ചു. ആത്മവിശ്വാസം പ്രധാനപ്പെട്ട ഘടകമാണ് ഇത്തരം ഘട്ടങ്ങളിൽ. പക്ഷെ താഴത്തെ സംഭവം വേറെയാണ്. മക്കാരായ ആൾക്കാർ തമ്പടിച്ച ഭാഗത്ത് അതുപോലെ നല്ല സ്ഥലമായിരുന്നു. പക്ഷെ ആ മഴയോടുകൂടി അവിടെ ചെളിയായി, ചതുപ്പായി, കാല് ബലിപ്പിക്കാൻ പറ്റുന്നില്ല, വെള്ളക്കെട്ടുകളായി. അത് അവരെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തി. എന്നാൽ ഇവിടെ മറിച്ച് കാര്യങ്ങൾ എന്ത് ചെയ്തു? ഇവർക്ക് ആത്മവിശ്വാസം വർദ്ധിച്ചു. അവരാണെങ്കിലും വല്ലാത്തൊരു അങ്കലാപ്പിലായി. അത് മാത്രമല്ല, 1000 പേരുണ്ട് എന്നുള്ള കാര്യം ഇവരെ അറിഞ്ഞിട്ട് പോലുമില്ല. ഇവരെ മനോഭാവത്തിൽ എല്ലാം ഇപ്പോഴും അള്ളാഹു തോന്നിപ്പിച്ചു കൊടുത്തത് അവർ ചെറു സംഘമാണ് കേട്ടോ, നിങ്ങൾക്ക് ഒന്ന് തൂത്ത് കളയാൻ മാത്രമേ ഉള്ളൂ എന്നൊരു തോന്നൽ മുസ്ലിമുകൾക്കുണ്ടായിരുന്നു. ഇബ്നു മസ്ഊദ് പറയുന്നുണ്ട്, ഞാൻ ഒരാളോട് കൂട്ടത്തിൽ ഇങ്ങനെ ആ ബദറിന്റെ ചർച്ച നടക്കുമ്പോൾ, എത്ര പേരുണ്ടാവും? 70 പേരുണ്ടാവോ? അവരെക്കുറിച്ച് ഞാൻ ചോദിച്ച അങ്ങനെയാണ്. ഒരു താഴോട്ട് നോക്കിയിട്ട് കണ്ടിട്ട് ഒരു 70 പേരുണ്ടാവോ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞേ 70 കൊല്ലടെ ഒരുപാടുണ്ടവർ, 100 പേരുണ്ടെന്ന്. 1000 പേര് നിൽക്കുന്ന സ്ഥലത്ത് നോക്കിയിട്ട് ഇവർ പറഞ്ഞ അങ്ങനെയാണ്. പക്ഷെ അപ്പോഴും കണക്കറിയില്ല. പക്ഷെ റസൂൽ അവിടെ അവർക്ക് ഭക്ഷണം വിളമ്പുന്ന ഒരാളെ കൈ കിട്ടുകയും അയാളോട് കാര്യങ്ങൾ ചോദിക്കുകയും അയാൾക്കും അറിയില്ല, എണ്ണം പറയാനും കഴിയില്ല. പക്ഷെ റസൂൽ അന്വേഷിച്ചു എത്ര ഒട്ടകമാണ് അവർക്ക് ഭക്ഷണത്തിന് വേണ്ടി ഒരു ദിവസം മറുക്കുന്നത്. 10 ഒട്ടകമാണെന്ന മറുപടി. ആ 10 ഒട്ടകം മറുക്കണമെങ്കിൽ 900-നും 1000-നും ഇടയിൽ ആൾക്കാർ തിന്നാനുണ്ട് എന്ന് റസൂൽ കണക്കാക്കിയിട്ടുണ്ട്. കണക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവരെ കണ്ണിൽ ഒരിക്കൽ പോലും, മനസ്സിലോ കണ്ണിലോ അവർക്ക് എണ്ണത്തിൽ കൂടുതലാണ് എന്ന്, നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത പദം ശക്തമാണ് എന്ന് ഒരിക്കൽ പോലും മുസ്ലിമുകൾക്ക് തോന്നിയിട്ടില്ല, മറിച്ച് കാഫിര്യങ്ങൾക്ക് തോന്നിയിട്ടില്ല. മക്കയിൽ അവർക്കും അല്ലാഹു ഇത് നമുക്ക് അടിക്കാവുന്ന കേസേ ഉള്ളൂ എന്ന് അവർക്കും തോന്നി, ഇവർക്കും തോന്നി. ഈ 2 പേർക്കും ഈ ചിന്ത ഇട്ടുകൊടുത്തതും ഈ യുദ്ധം നടപ്പിലാക്കണമെന്ന റബ്ബിന്റെ തീരുമാനമാണ്. നോക്ക്, ഒരു യുദ്ധത്തിലേക്ക് 2 കൂട്ടം ആൾക്കാരെ കൊണ്ടുവന്ന് യുദ്ധം നടപ്പിലാക്കുന്നു അള്ളാഹു ബദറിൽ. അതാ ബദറിൽ നടക്കുന്നത്. അല്ലാതെ എന്ത് ഈ 2 കൂട്ടരും പ്ലാൻ ചെയ്ത് വന്നതല്ല. പക്ഷെ അതിനൊരു ഒരു 10 പതിറ്റാണ്ടിലേറെ കാലത്തിന്റെ ചരിത്രത്തിന്റെ പിന്നാമ്പുറം കൂടി വായിക്കണം. എന്തിനങ്ങനെ യുദ്ധം അള്ളാഹു നടപ്പിലാക്കിയെന്ന്. ഒരു സമൂഹം ചെയ്ത വലിയ കുറ്റം ഏതാണ്? എന്താ ഏറ്റവും വലിയ കുറ്റം? ഇല്ലദീന ഇഖാതലൂന, യുദ്ധം ചെയ്യപ്പെടുന്ന ആൾക്കാർക്ക് യുദ്ധത്തിന് അനുവാദം കൊടുത്തു സൂറത്ത് തൗബയിൽ. അവരോട് അക്രമം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന്. അവരോട് അക്രമം ചെയ്യപ്പെട്ടു. അവർ വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ലേ? സ്വന്തം നാട്ടിൽ നിന്ന് ഒരു സമൂഹം എന്താ ഇല്ല യഖൂലു റബ്ബുനല്ലാ, എന്റെ റബ്ബ് അല്ല എന്ന് പറഞ്ഞത് പാവമോ? ഒരു സമൂഹം ചെയ്ത വലിയ കുറ്റമോ? അത് കുറ്റമാണ്. ഒരു മനുഷ്യന്റെ മൗലികമായ അവകാശം, ഒരു മൗലികമായ അവകാശമാണ് അവന്റെ വിശ്വാസ സ്വാതന്ത്ര്യം എന്നുള്ളത്. ഞാൻ ആരെ വിശ്വസിക്കണം, ആരെ ആരാധിക്കണം, ആരെ ആചരിക്കണം എന്നുള്ള എന്റെ തീരുമാനമാണ്. അതിൽ മറ്റുള്ളവർക്ക് ഇവിടെ പൊള്ളാനുള്ളത്? ഞാൻ റബ്ബിനെ മാത്രമേ ആരാധിക്കൂ എന്ന് പറഞ്ഞത്, ഞാൻ ചെയ്ത് പാതകമാക്കിയത് ഈ സമൂഹത്തിന് വെറുപ്പല്ലേ? അതൊരു കുറ്റമായിട്ട് എന്നെ ആറ്റിപ്പായിച്ചു, എന്റെ നാട് നഷ്ടപ്പെടുത്തി, എന്റെ വീട് നഷ്ടപ്പെടുത്തി, എന്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുത്തി. അങ്ങനെ ഒരാൾക്കൂട്ടം മുഴുവൻ തെരുവ് നിൽക്കേണ്ടി വന്ന സാഹചര്യത്തിന്റെ കാരണക്കാരെ കൈകാര്യം ചെയ്യേണ്ടത്, ആ അള്ളാഹുവിൽ വിശ്വസിച്ച് സമൂഹത്തെ സഹായിക്കേണ്ടത് റബ്ബിന്റെ ബാധ്യതയായതുകൊണ്ട്, അതുകൊണ്ടാണ് ബദർ നടപ്പിലാക്കിയത്. ഇത് ബദർ ഒരു കഥ മാത്രമല്ല, ബദർ ലോകത്തെ എല്ലാ കാലഘട്ടങ്ങളിലും ആവർത്തിക്കുന്ന അള്ളാഹുവിന്റെ ഒരു സംവിധാനമാണ്. അതിനന്ന് ബദർ എന്ന പേര്. ഇതിനു മുമ്പ് പലപ്പോഴും ആദിനും സമൂദിനും വന്നിട്ടുള്ള ശിക്ഷകൾക്ക് അന്ന് പ്രകൃതി ദുരന്തത്തിന്റെ പേര്, നൂഹ് നബിയുടെ കാലത്ത് വന്നപ്പോൾ അതിന് തൂഫാൻ എന്ന പേര്. ഇനി ഈ ലോകത്തിന് വരാനിരിക്കുന്ന ഏറ്റവും വലിയ നടപടിയുടെ പേര്, അത് ജൂതന്മാർക്കെതിരെയുള്ള അറ്റാക്ക് എന്ന പേര്. ലാ തസ്ഖൂമു സ്സഅ ഹത്താ തുഖാതിലുൽ മുസ്ലിമൂനൽ യഹൂദ്. ഈ ലോകത്ത് അജയ്യരായി ജീവിക്കാമെന്ന് കണക്കാക്കിയിട്ട് 2.5% മാത്രം ജനസംഖ്യയുള്ള ഒരു സമൂഹം ലോകത്തെ അടക്കി വാഴുകയും ലോകത്തിൽ നാനാദിക്കുകളുള്ള മുസ്ലിമീങ്ങളെ വേട്ടയാടി കൊന്നൊടുക്കിയിട്ട് മൂർത്തികളായി നിന്നുകൊണ്ട് ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ അവരെ വേരെറുക്കാതെ ലോകം അവസാനിക്കില്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയുടെ തീരത്തുണ്ടായിരുന്ന ഒരു സമൂഹം, ഖൈബറിന്റെ ഭാഗത്ത് മാത്രം കോട്ട കെട്ടി വസിച്ച ഒരു സമൂഹത്തെ ബ്രാക്കിനമാനം പായിച്ചു കളഞ്ഞിട്ട് അവരെ കൊണ്ട് ഒരു അറ്റാക്കും ഉണ്ടാകാത്ത അത്രയും നിഷ്ക്രിയരായി ജൂതന്മാർ അടങ്ങിക്കൂടിയ ഒരു കാലഘട്ടത്തിൽ റസൂൽ പറഞ്ഞ വാക്കാണിത്. ജൂതന്മാർ വളരും, അവർ വികസിക്കും, ലോകത്തെ അവർ കയ്യിലിട്ട മാനമാടും പോലെ ലോകത്ത് അക്രമങ്ങൾ അഴിച്ചുവിടും. എന്നാലും എല്ലാത്തിനും ഒടുവിൽ അള്ളാഹുവിന്റെ കാവ്യനീതി എന്ന പോലെ ഇവർക്ക് മേൽ അടി വീഴാതെ ലോകം അവസാനിക്കില്ല എന്ന്, അവർ അടിയോടെ പിഴുതെറിയാതെ ലോകം അവസാനിക്കില്ല എന്ന്. അത് ബദറിന്റെ സന്ദേശമാണ്. അത് ലോകത്തുള്ള എല്ലാ വിശ്വാസികളും അവരെ മനസ്സിന് കുളിർമയുണ്ടാകുന്ന വിധത്തിൽ നിങ്ങളുടെ കൈകൾ കൊണ്ട് അവരെ അടിക്കും. അവരെ കൊണ്ടുപോകാനിരിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങളല്ല. ഒരു മഴയത്ത് അവർ ഒലിച്ചു പോകില്ല, ഒരു ഭൂമി കുലുക്കത്തിൽ പിളർന്നു പോകില്ല, ആകാശത്ത് നിന്ന് അവർക്ക് വേണ്ടി തീനാളങ്ങൾ പെയ്തിറങ്ങില്ല. അവരെ കൈകാര്യം ചെയ്യുന്നത് മുസ്ലിമീങ്ങളെ നിങ്ങളുടെ കൈകൾ കൊണ്ടായിരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അള്ളാഹുവിന്റെ കാവ്യനിധി. ഇതാണ് ബദർ എന്ന് പറയാനുള്ള ഏറ്റവും വലിയ സന്ദേശവും. അള്ളാഹു ചിന്തിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.
പ്രധാനമായി ഈ ബദറുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് ബദറിലേക്ക് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ അബൂജഹൽ മക്കത്ത് പോയി കാബയിൽ ചെന്നിട്ട് ഒരു പ്രാർത്ഥന അടിയുന്നുണ്ട്. അല്ലാഹുവേ, 2 സംഘങ്ങളെ ഏറ്റുമുട്ടേണ്ടി വന്നാൽ സത്യത്തിന് നീ ജീവിക്കണേ എന്ന്. അയാളുടെ വിചാരം അയാളുടെ വിശ്വാസത്തിൽ അയാൾ അപ്പോഴും ഒരു ശരിവാദം ഉള്ള ആളാണ് കേട്ടോ. അയാൾ തെറ്റായ ഒരു വിശ്വാസത്തിലായിരിക്കുമ്പോഴും അതാണ് സത്യമെന്ന ഒരു മൂഢസ്വർഗത്തിലായിരുന്നു ആ മനുഷ്യൻ. പക്ഷെ അയാൾ അപ്പോഴും ദുആ ചെയ്യുന്ന അല്ലാഹുവിനോട് കാബയിൽ ചെന്നിട്ട് അല്ലാഹുവേ സത്യത്തെ വിജയിപ്പിക്കണേ എന്ന്. അയാൾ പ്രാർത്ഥന പോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ അയാൾ പ്രാർത്ഥിക്കുന്ന അല്ലാഹുവിനോട്. എന്നിട്ട് അയാൾ ബദറിലേക്ക് വരുന്നത്. പക്ഷേ ഈ ബദർ കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രശ്നം എന്താ പറയുമോ, ബദരീങ്ങളെ രക്ഷിക്കണമെന്നായി പ്രാർത്ഥന. അയാൾ പോലും പ്രാർത്ഥിച്ചു വന്ന അല്ലാഹുവിനോടാണ്, അബൂജഹൽ പോലും. പക്ഷേ ആ അബൂജഹലിൻ്റെ പ്രശ്നം എന്തായിരുന്നു അറിയാമോ, ഈ ഇരിക്കുന്ന വിഗ്രഹങ്ങൾക്ക് ശുപാർശകർ, ഈ ഇരിക്കുന്ന ലാത്തയും ഉസ്സയും മനാത്തയും അടങ്ങുന്ന ഈ ആൾ ദൈവങ്ങൾ, ഈ വിഗ്രഹങ്ങൾ, ഇവരൊക്കെ അള്ളാഹുവിന് ശുപാർശകരാണ്. ഇവരുടെ റെക്കമെൻഡേഷൻ ഇല്ലാതെ നമുക്കൊന്നും നടക്കൂല എന്ന ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അതായിരുന്നു ഒരു പ്രശ്നം എന്നുള്ളത്. എന്നാൽ റബ്ബിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമ്മളെ ആൾക്കാർ ബദറിൻ്റെ ചരിത്രം പാടി പറഞ്ഞ് പോഴ്ത്തിയിട്ട് പള്ള വിർപ്പിക്കലാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി. അത്ര ഒട്ടിയ വയറും ഒടിഞ്ഞ വാളും എന്ന് പറഞ്ഞ് പ്രസംഗം കഴിഞ്ഞ് ഒരു ബദരീങ്ങളെ ഒരു മൗലൂദ് ഓതി ദുആയും കഴിഞ്ഞിട്ട് ഒട്ടിയ വയറും ഒടിഞ്ഞ വാളും ഒക്കെ അവർക്കാണ്. നമുക്ക് നിറച്ച വയറാണ് ആവശ്യം എന്ന് പറഞ്ഞിട്ട് ചിക്കനും മട്ടനും ഒക്കെ അടിച്ച് കയറ്റിയിട്ട് ബദരീങ്ങളെ ഒരു ഏമ്പൊക്കെ മുട്ടിട്ട് ഒറ്റപ്പോക്കാം. ഇതിനിടയിൽ ഈ മനുഷ്യന്മാർ എന്നിട്ട് ബദരീങ്ങളെ രക്ഷിക്കണേ, ഈ ബദരീങ്ങളുടെ പേരിൽ ഒരു ഭക്തി സൃഷ്ടിക്കുകയും റമദാൻ മാസത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ അനാചാരമാണിത്. ആ ഭക്തിയുടെ മറവിൽ ജനങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മാർഗമുണ്ട്. ഒരാളുടെ പോക്കറ്റിരിക്കുന്ന പൈസ പുറത്തേക്ക് എത്തിക്കാൻ, നിങ്ങളുടെ കീശയിൽ എത്തിക്കാനാണെങ്കിലും, അല്ലെങ്കിൽ അതുപോലെ തന്നെ അവരുടെ ചിലവിൽ നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനാണെങ്കിലും എന്തൊക്കെ മാർഗമുണ്ട്. അല്ലെങ്കിൽ പറഞ്ഞാൽ തരാത്ത ആൾക്കാരാണ് ഇവരൊക്കെ. നിങ്ങൾ തരണം, ഞങ്ങൾക്ക് എന്ത് പൈസ വേണം എന്ന് പറഞ്ഞാൽ കൊടുക്കാത്തവരാണോ ഇവർ? അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം വെച്ച് ഇവിടെ ആൾക്കാർക്ക് വിളമ്പണം, കഴിക്കണം എന്ന് പറഞ്ഞാൽ കൊടുക്കാത്തവരാണോ ഇവിടെയുള്ള ആൾക്കാർ? പക്ഷെ അതിനെന്തിന് നിങ്ങൾ ഈ ബദരീങ്ങളോടുള്ള ഭക്തി ഇവിടെ ജനങ്ങളുടെ ഇടയിൽ വ്യാജമായി ഇറക്കുന്നു? ബദരീങ്ങളെ ആരാധിക്കാനും വിളിച്ചു പ്രാർത്ഥിക്കാനും വേണ്ടി അവസരമൊരുക്കുന്നു. അത് ഏറ്റവും വലിയ അബദ്ധമല്ല. അവരെന്തിനു വേണ്ടി പോരാടി, അവരെ നിങ്ങൾ എന്തിനു വേണ്ടി ആരാധിക്കുന്നത് വലിയ അബദ്ധമാണ്. അവർ ആദർശത്തിന് വേണ്ടിയാണ് പോരാടിയത്. അള്ളാഹുവിൽ മാത്രം വിശ്വസിച്ചു എന്നത് അവർ ചെയ്ത തെറ്റ്. അതിൻ്റെ പേരിൽ നാട് നഷ്ടപ്പെടേണ്ടി വന്നത്. അവർക്ക് വിജയിച്ച് നിൽക്കാൻ വേണ്ടിയാണ് ആ പോരാട്ടം പോലും റബ്ബ് ഒരുക്കുന്നത്. പക്ഷെ ആ ബദരീങ്ങളെ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു അബദ്ധം നമ്മുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. അത് തിരുത്തേണ്ടതാണ്. ഏത് സാഹചര്യം തിരുത്തേണ്ടതാണ്. അതൊരു ഓർമ്മപ്പെടുത്തലാണ്.